ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാണ്. ഹല്ലേലൂയ. ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്കാം. ദിവസത്തിൽ നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധരുടെ തിരുനീതിമാനും വാഴ്ത്തപ്പെട്ടവരുമാണ് ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, ഈ നല്ല സമയത്തിലാണ് ഞങ്ങൾ ഇതിനെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്ത കർത്താവേ. ഒരു വിശുദ്ധ ദിവസം കൂടെ കാണുവാൻ എന്റെ കർത്താവ് ഞങ്ങൾക്ക് കൃപ നൽകിയതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്ന കർത്താവേ. വിവിധ ഇടങ്ങളിലിരുന്ന്, വിവിധ ഭവനങ്ങളിലിരുന്ന്, വിവിധ അവസ്ഥകളിലിരുന്ന് കർത്താവെ ഈ ശബ്ദം കേൾക്കുവാൻ പോകുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ലോക്ക്ഡൌൺ ദിനത്തിൽ പലയിടങ്ങളിലായിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളിലേക്ക് ഇന്ന് പകൽക്കാലം ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. പ്രത്യേകിച്ച് കർത്താവ് ഈ ശുശ്രൂഷയുടെ ആരംഭം മുതൽ അവസാനം വരെയും നിന്റെ തിരുസാന്നിധ്യം കൊണ്ട് കർത്താവ് ഞങ്ങൾ ഓരോരുത്തരെയും അങ്ങും കൂടി മറിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. തുടർന്ന് ദൈവസാന്നിധ്യം, ദൈവസ്നേഹം ഞങ്ങൾ ഓരോരുത്തരും വ്യക്തമായി അനുഭവിച്ച് രുചിച്ച് അറിയുവാൻ എന്റെ കർത്താവ് ഞങ്ങൾക്ക് കൃപ നൽകുന്നതിനായി നന്ദി പറയുന്നു. നീ ഞങ്ങളെ ഇത്രത്തോളം സ്നേഹിച്ചല്ലോ, നീ ഞങ്ങളെ ഇത്രത്തോളം കരുതിയല്ലപ്പ, നീ ഞങ്ങൾ ഇത്രത്തോളം കാത്തു പരിപാലിച്ച വിധങ്ങൾക്കായി നന്ദി പറയുന്ന കർത്താവ്. അനർത്ഥം എനിക്ക് വ്യസന കാരണമായി തീരാതിരുന്നുവെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് യബേസ് പ്രാർത്ഥിച്ചു. യബേസിന്റെ പ്രാർത്ഥന സ്വർഗത്തിലെ ദൈവം കേട്ട് മറുപടി നൽകിയതുപോലെ എന്റെ സ്വർഗത്തിലെ ദൈവം ഞങ്ങളെ ഓരോരുത്തരുടെയും പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് പരിപൂർണമായ ഒരു മറുപടി എന്റെ കർത്താവ് ഞങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നതിനായി നന്ദി പറയുന്ന കർത്താവെ. പ്രത്യേകിച്ച് കർത്താവ് എത്രയോ കുടുംബങ്ങൾ ഒരു നേരത്തെ ആഹാരം പോലും ഭക്ഷിപ്പാനില്ലാതെ പട്ടിണി കിടക്കുമ്പോൾ എന്റെ സ്വർഗത്തിലെ ദൈവം ഏലിയാവിനെ കാക്കയെ കൊണ്ട് പോറ്റിയതുപോലെ നീ ഞങ്ങളെ ഇത്രത്തോളം പോറ്റിയ വിധങ്ങൾക്കായി നന്ദി പറയുന്ന കർത്താവെ. അന്ന് ഞങ്ങളോട് മനസ്സിന് മേലെ പ്രാർത്ഥിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 3-16 വാക്യത്തിൽ പറയുന്നു, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന്റെ ദൈവം അവന് നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു എന്ന് ബൈബിൾ വ്യക്തമായി പഠിപ്പിക്കുമ്പോൾ ആരും നശിച്ചു പോകരുതെന്ന് അങ്ങാന്നിരിക്കുന്നത് പോലെ കർത്താവേ, ഇന്ന് പകൽക്കാലം മറിയ നല്ല അംശം തെരഞ്ഞെടുത്ത് പോലും ദൈവപാദപീഠത്തിലേക്ക് ഞങ്ങൾ കടന്നു വന്നിരിക്കുകയാണ്. കർത്താവേ, അന്ന് ഞങ്ങളോട് മനസ്സിന് മേലെ പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ പ്രാർത്ഥന, ആരാധന, ദൈവത്തിന്റെ ധ്യാനമെല്ലാം അത് ദൈവത്തിന് പ്രസാദകരമായി തീരുവാൻ എന്റെ കർത്താവ് കൃപ നൽകുന്നതിനായി നന്ദി പറയുന്ന കർത്താവ്. എല്ലാ മഹത്വവും അങ്ങേക്ക് ഞങ്ങൾ തരികയാണ്. എല്ലാ പുകഴ്ചയും അങ്ങേക്ക് ഞങ്ങൾ തരുന്നു. യേശു ക്രിസ്തുവിൻ വിലയേറിയ നാമത്തിൽ നല്ല പിതാവേ, ആമേൻ, ആമേൻ. Amen.
ഹല്ലേലൂയ. കരങ്ങളുയർത്തി സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചില നിമിഷങ്ങൾ നമുക്ക് സ്വർഗത്തിന്റെ ദൈവത്തെ സന്തോഷത്തോടുകൂടെ കരമടിച്ച് സ്വർഗത്തിന്റെ ദൈവത്തെ മഹത്വപ്പെടുത്താം. ഒരു പഴയ ഗാനം നമുക്ക് ചേർന്ന് കരമടിച്ച് പാടി സ്വർഗത്തിന്റെ ദൈവത്തെ മഹത്വപ്പെടുത്താമല്ലോ. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കുക. പ്രിയ വരവിന് താമസം ഏറെയില്ല, തന്റെ വാഗ്ദത്തങ്ങൾ പലതും നിറവേറ്റിയിടുന്നേ ഒരുങ്ങിയില്ല എന്ന് തുടങ്ങുന്ന ഒരു പഴയ ഗാനം നമുക്ക് എല്ലാവർക്കും കരമടിച്ച് ശക്തിയോടുകൂടെ പാടി സ്വർഗത്തിന്റെ ദൈവത്തെ ഇന്ന് പകൽക്കാലം നമുക്ക് മഹത്വപ്പെടുത്താമല്ലോ. ഹല്ലേലൂയ. ചേർന്ന് കരമടിച്ചാണ് ഒരു
വിശുദ്ധിയെ തികച്ചുള്ള ഒരു തീർക്കാം വിശുദ്ധിയെ തികച്ചുള്ള ഒരു തീർക്കാം പാപത്തുമേലയില്ല ആകാശത്തിൽ ശക്തിയിളകുന്ന ഭവിക്കുമെന്നോടുകൊണ്ട് ആകാശത്തിൽ ശക്തിയിളകുന്ന ഭവിക്കുമെന്നോടുകൊണ്ട് ജനപ്പെടിച്ചുരായിരുന്നേ ഒരു നീളം ജനപ്പെടിച്ചുരായിരുന്നേ ഒരു നീളമേ വിശുദ്ധിയെ തികച്ചുള്ള ഒരു നീലക്കാം പ്രിയൻ വരുവാതെ താമസമേലേ വിശുദ്ധിയെ തികച്ചുള്ള ഒരു നീലക്കാം പ്രിയൻ വരുവാതെ താമസമേല വീഴുന്നേ ദൈവശക്തിയെ വീഴ്ചവരോടിരുന്നേ വീഴുന്നേ ദൈവശക്തിയെ വീഴ്ചവരോടിരുന്നേ ലോകമോഹങ്ങൾ കരിതീരുന്ന ഒരു നീളം ലോകമോഹങ്ങൾ കരിതീരുന്ന ഒരു നീളമേ വിശുദ്ധിയെ തികച്ചുള്ള ഒരു തീർക്കാം പ്രിയൻ വരുവാതെ താമസമേലയില്ല വിശുദ്ധിയെ തികച്ചുള്ള ഒരു തീർക്കാം പ്രിയൻ വരുവാതെ താമസമേലയില്ല വന്നിടുമേ അതിനായിരം പേர்கள் സുന്ദരകാലം വേഗരുടനായി വന്നിടുമേ അതിനായിരം പേர்கள் സുന്ദരകാലം ഒരു നീളം തന്റെ രൂപം കൊണ്ടാരംഭിപ്പാൻ ഒരു നീളമേ വിശുദ്ധിയെ തികച്ചുള്ള ഒരു നീളം പ്രിയൻ വരുവാതെ താമസമേലേ വിശുദ്ധിയെ തികച്ചുള്ള ഒരു നീളം പ്രിയൻ വരുവാതെ താമസമേല മാലിന്യപ്പെട്ടിടതോടിരുക കടവളയും വരവറ്റമടുത്തുപോയി മാലിന്യപ്പെട്ടിടതോടിരുക കടവളയും വരവറ്റമടുത്തുപോയി അറിയാനായി പോയി ആശ്വസിക്കാൻ ഒരു നീളം അറിയാനായി പോയി ആശ്വസിക്കാൻ ഒരു നീളമേ വിശുദ്ധിയെ തികച്ചുള്ള ഒരു നീളം പ്രിയൻ വരുവാതെ താമസമേലയില്ലാമേ വിശുദ്ധിയെ തികച്ചുള്ള ഒരു നീളം പ്രിയൻ വരുവാതെ താമസമേലയില്ല തന്റെ നിറവേറുന്നേ ഒരു നീളം തന്റെ നിറവേറുന്നേ ഒരു നീളം വിശുദ്ധിയെ തികച്ചുള്ള ഒരു നീളം പ്രിയൻ വരുവാതെ താമസമേലയില്ലാമേ വിശുദ്ധിയെ തികച്ചുള്ള ഒരു നീളം പ്രിയൻ വരുവാതെ താമസമേലയില്ല തന്റെ
ദൈവത്തെ പാടി മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. ആ പരിശുദ്ധനായ ദൈവത്തെ ഹല്ലേലൂയ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് നമുക്കൊന്ന് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. എല്ലാ കണ്ണുകളും അകന്നിരിക്കുന്ന എല്ലാവരും സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം ഇരിക്കുന്ന ഇരിപ്പിടത്തുനിന്ന് ഹല്ലേലൂയ എഴുന്നേറ്റ് നിന്ന് അതിന്റെ സ്തോത്രം. ഹല്ലേലൂയ. ആ പരിശുദ്ധനായ ദൈവത്തെ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് മഹത്വപ്പെടുത്തിയാട്ടെ. പരിശുദ്ധനായ ദൈവം ഹല്ലേലൂയ ഇന്ന് നമ്മുടെ മധ്യേ വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. അവൻ വാസ്തവമായിട്ട് നമ്മുടെ മധ്യേ ഉണ്ട്. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർ കരങ്ങൾ അടിച്ച് ദൈവത്തിന് മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ. സൈന്യധാരമല്ല ശക്തിയാകുന്ന ദൈവത്തിന്റെ ആത്മനിറവില് ദൈവത്തിന്റെ ആത്മനിറവില് ശക്തിയോടെ കരങ്ങളടിച്ച് വായിലെ തുറന്ന് ഹല്ലേലൂയ അപ്പനെ ദൈവത്തിന് മഹത്വപ്പെടുത്തിയാണ്. ഹല്ലേലൂയ. 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 ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ചേർന്ന് കാട്ടിന്റെ ചില ഇരുതയും ചേർന്ന് സ്വർഗത്തിന്റെ ദൈവത്തിന്റെ മഹത്വപ്പെടുത്താൻ ഹാലലൂയ. ചേർന്ന് കരങ്ങളെ ഉയർത്തിയിരിക്കുവാനായ ഹാലലൂയ. ഇരിക്കുന്ന ഇരിപ്പിടത്തിന്റെ ദയവായി വിശുദ്ധകളിൽ കരങ്ങൾ ഉയർത്തിയിട്ട് സ്തുതിക്കുക. സ്വർഗത്തിന്റെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഇത് പകർത്താൻ തയ്യാറായ ഹാലലൂയ. സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കുന്ന സ്വർലോകനാഥന പരിശുദ്ധൻ മഹോന്നത ദേവൻ സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കുന്ന സ്വർലോകനാഥന ദൈവം ദൈവം ഉന്നത ദേവൻ സൂര്യൻ രാജാതിരാജ പശിവാമേ അവൻ പുരമന്ത്രിയ ദൈവം വീരന ദൈവം കണ്ണോട് ചേർപ്പാൻ വേഗം വരുന്നേ ശുഭശിവോടിടത്തോട സത്പ്രിയ സുരേ കണ്ണോട് ചേർപ്പാൻ വേഗം വരുന്നേ ശുഭശിവ
സ്തുതിക്കുന്ന കർത്താവെ, സ്തോത്രം ചെയ്യുന്നപ്പ. ഈ നല്ല പകൽക്കാലത്തിനായി സ്തുതിക്കുകയാണ്, സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ശുശ്രൂഷയുടെ ആരംഭം മുതൽ നിമിഷം വരെ കർത്താവെ, അവിടുത്തെ തിരുസാന്നിധ്യമായി നിങ്ങൾ ഓരോരുത്തരും നിറച്ചപ്പോഴൊക്കെയായി ദൈവത്തെ സ്തുതിക്കുകയാണ്, സ്തോത്രം ചെയ്യുന്നു. അതിന് നിന്നതല്ലപ്പ, അവിടുത്തെ നിർത്തിയിരിക്കുന്ന പ്രവർത്തനമായി ദൈവത്തെ സ്തുതിക്കുകയാണ്, സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ആ ദിവസത്തെ ഓരോ വ്യക്തികളെയും കർത്താവെ അനുഗ്രഹിക്കുവാൻ പ്രാർത്ഥിക്കുന്നപ്പ. അതിന് ശബ്ദബന്ധിയായിരിക്കുന്ന കർത്താവെ, ഓരോ വ്യക്തികളും അവിടെ ആരാധനയോടെ അനുഗ്രഹിക്കുവാൻ പ്രാർത്ഥിക്കുന്നപ്പ. ഇന്ന് കഥ വിശ്വമിൽ ഒരു നാൾ കാണുവാൻ അനുവദിക്കുന്നതിനെ പ്രാർത്ഥിക്കുന്ന കർത്താവെ, അവിടെ തുറന്നുള്ള ശുശ്രൂഷ കർത്താവെ തിരിക്കരം ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ ഏത് ആത്മാവിനെ സ്ത്രീക്കുന്ന വചനം എഴുതപ്പെട്ടിരിക്കുന്നു, അതേ ആത്മാവിനെ നിറവിൽ നിന്നുകൊണ്ട് കർത്താവെ സ്ത്രീക്കുന്ന വചനത്തെ പ്രസ്താവിപ്പാൻ പ്രിയമാനവർക്ക് സഹായിക്കുവാൻ പ്രാർത്ഥിക്കുന്ന കർത്താവെ. വിക്കനായ മോശയുടെ നാവിൽ കൊണ്ട് ദൈവം ഇത് വാഗ്ദാന കർത്താവെ ദാസന്റെ നാവിൽ കൂടി നിന്ന് അവിടെ സംസാരിക്കുവാൻ പ്രാർത്ഥിക്കുന്ന ജീവന്റെ വചന കർത്താവെ, അത് ഓരോ സ്പർശിക്കുവാൻ ജീവിതങ്ങൾ രൂപാന്തരം ഉളവാക്കുവാൻ പരിശുദ്ധങ്ങളെ സഹായിക്കുവാൻ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനകൾക്ക് സ്തോത്രം യേശുവിൻ അധികാരമുള്ള നാമത്തിൽ തന്നെ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് പകൽക്കാലം ഒരിക്കൽ കൂടെ നിങ്ങളുടെ അടുക്കിലേക്ക് ദൈവത്തിനായി കടന്നു വരുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്ന ഭാഗ്യപദവിക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ ശ്രമിപ്പാൻ ആരാധന പങ്കെടുക്കുവാനൊക്കെ ദൈവം നമ്മളെ സഹായിച്ചു. പാട്ടുകൾ പാടിയ പ്രിയ കുഞ്ഞുങ്ങളെ, വർഷപ്പ് ലീഡ് ചെയ്ത പ്രിയ ദേവാസന്മാരൊക്കെ ദൈവം അനുഗ്രഹിച്ചല്ലോ. കീബോർഡ് ചെയ്യുന്ന പ്രിയ യബിനായ സ്തോത്രം. ഇന്ന് പകല് നമുക്ക് ഒരുമിച്ച് ദൈവത്തിലായിരിക്കാൻ ദൈവം ഭാഗ്യപദവിക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വളരെ സന്തോഷത്തോടും വളരെ പ്രത്യാശയോടും കൂടെ നിങ്ങൾ ഭവനത്തിലായിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവ് നമ്മളെ നടത്തുന്നല്ലോ. കോഴിയുടെ കുഞ്ഞുങ്ങളെ ചിറകിന്റെ മറവിൽ അണച്ച് കാക്കുന്നത് പോലെ, കഴുകൻ തന്റെ കുഞ്ഞുങ്ങളെ ചിറകിൽ വഹിക്കുന്നത് പോലെ ഈ 40 ദിവസങ്ങൾ ദൈവം നമ്മളെ അതിശയകരമായ അനുഭവമായി നടത്തി. നമ്മുടെ ഭവനങ്ങളിൽ നമ്മളായിരിക്കുമ്പോൾ നമുക്ക് ആവശ്യമായ ആഹാരങ്ങൾ തന്നു, നമുക്ക് നല്ല താമസ സൗകര്യങ്ങൾ തന്നു, നമുക്ക് ആവശ്യമായതെല്ലാം ദൈവം തന്ന് നമ്മെ നടത്തുവാൻ ഇടയായി തീർന്നു. ഇത്രത്തോളം നമ്മെ നടത്തിയ ദൈവത്തിന് നമുക്ക് സ്തോത്രം ചെയ്യാം. കർത്താവ് നിങ്ങളെല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. ഈ ലോക്ഡൌൺ കഴിയുമ്പോൾ സ്തോത്രം ഇരട്ടി വീര്യത്തോടെ കർത്താവിനെ നിൽക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ വിശ്രമം കർത്താവിനോടുകൂടി നമ്മളായിരിക്കുമ്പോൾ നിശ്ചയമായും 40 രാവും 40 പകലും സീനായി പർവ്വതത്തിൽ മോശ കർത്താവിനോട് കൂടി ഇരുന്ന് താൻ ഇറങ്ങി വരുമ്പോൾ തന്റെ മുഖത്തിന് തൊക്ക് പ്രകാശിച്ചതുപോലെ ഈ ലോക്ഡൌൺ കാലം കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ദൈവതേജസ്സിനാൽ നമ്മുടെ കുടുംബങ്ങൾ നിറയട്ടെ, നമ്മുടെ വ്യക്തിപരമായ ജീവിതം നിറയട്ടെ, നമ്മുടെ തലമുറകൾ നിറയപ്പെടട്ടെ. ദൈവം നമ്മളെല്ലാവരെയും ഇടയാക്കട്ടെ. കരങ്ങളുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വർഗ്ഗത്തിലെ ദൈവം നിങ്ങളെല്ലാവരും സമൃദ്ധി അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. എന്ന് പകൽക്കാലം ദൈവത്തിന്റെ വചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയിലിരിക്കാം. അതിന് ആധാരമായി നാം തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം സദൃശവാക്യങ്ങൾ 17 അതിന്റെ 12ാമത്തെ വാക്യം ഒരാൾക്ക് വായിക്കാം. സദൃശവാക്യങ്ങൾ 17 അതിന്റെ 12ാമത്തെ വാക്യം. സ്നേഹിതൻ എല്ലാ കാലത്തും സ്നേഹിക്കുന്നു, അനർത്ഥകാലത്ത് അവൻ സഹോദരനായി തീരുന്നു. സ്നേഹിതൻ എല്ലാ കാലത്തും സ്നേഹിക്കുന്നു, അനർത്ഥകാലത്ത് അവൻ സഹോദരനായി തീർന്നു. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കണ്ണടയ്ക്കാം. നമ്മെ തന്നെ പൂർണ്ണമായ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. കർത്താവേ, ദൈവത്തിന്റെ പരിശുദ്ധന്മാർ നമ്മോട് സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ആദ്യം വെള്ളത്തിൽ പരിവർത്തിച്ചതുപോലെ ഞങ്ങളുടെ ഉള്ളങ്ങളിൽ ദൈവത്തിന്റെ പരിശുദ്ധന്മാർ പരിവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. പാഴും ശൂന്യമായി കിടന്ന ഈ ലോകത്തെ ഓർഡറിലേക്ക് കൊണ്ടുവന്ന പരിശുദ്ധാത്മാവേ, നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഡിസോർഡർ ആയിരിക്കുന്നുവെങ്കിൽ, ക്രമം തെറ്റിയിരിക്കുന്നു, ഞാൻ ഓർഡറാക്കിയാൽ ക്രമമാക്കി തീർക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് പകൽക്കാലം വായിച്ചു കേട്ട വചനത്തിലേക്ക് നമ്മൾ ശ്രദ്ധയും തിരിക്കാം. വായിച്ചു കേട്ട വാക്യം എങ്ങനെയാണ്? സ്നേഹിതന് എല്ലാ കാലവും സ്നേഹിക്കുന്നു, അനർത്ഥകാലത്ത് സഹോദരനായി തീരുന്നു. നമുക്കൊരു നല്ല സ്നേഹിതനുണ്ട്. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് നമ്മെ ആ ചിന്തകളിലേക്ക് കൊണ്ടുപോകട്ടെ. പൂർണ്ണമായി നമ്മൾ തന്നെ ഏൽപ്പിച്ചുകൊടുക്കാം. യേശുവേ പോലൊരു സ്നേഹിതൻ ഉണ്ടോ? യേശുവേ പോലൊരു സ്നേഹിതൻ ഉണ്ടോ? ആരുമില്ല, 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 ആരുമില്ല. സ്നേഹവാനായ ദൈവമേ, സ്വർഗ്ഗീയ കർത്താവേ, എന്ന പകൽക്കാലം ഞങ്ങളെ പൂർണ്ണമായി ദൈവകരങ്ങളിലേക്ക് വിനയപ്പെടുത്തുന്നു. യേശുവെ പോലെ
ഒരു സ്നേഹിതൻ വേറെയില്ല കർത്താവേ. ഇന്ന് പകൽക്കാലം ഞങ്ങൾ ആശ്വസിപ്പിക്കുന്ന എല്ലാ ആശ്വാസങ്ങൾക്കായി നന്ദി. അങ്ങയുടെ ആ സ്നേഹത്തിനായി നന്ദി. അങ്ങയുടെ കൂട്ടിനായി സ്തോത്രം. കർത്താവെ, അങ്ങയോട് കൂട്ടുകൂടുവാൻ ഞങ്ങൾ അവിടെ ഇടയാക്കിയല്ലോ. അങ്ങയുടെ സ്നേഹിതനായി ഞങ്ങൾ വിളിച്ചതിനായി സ്തോത്രം. ഹാനൊക്കെ അങ്ങയുടെ കൂടെ നടന്നതുപോലെ ഈ ദിവസം അങ്ങോട്ട് നടക്കുവാൻ ഞാൻ മുറുകെ പിടിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവെ, ഞങ്ങളും അങ്ങയുമായുള്ള ബന്ധം, ഞാനും കർത്താവുമായുള്ള ബന്ധം ഒരിക്കലും മറ്റു പോകാതിരിക്കാൻ ഞങ്ങളെ തന്നെ സൂക്ഷിപ്പാൻ എല്ലാവരും അവിടെ ഇടയാക്കണമേ. എല്ലാ തന്ത്രങ്ങളും ശാസിക്കണം. ദൈവത്തിന്റെ പരിശുദ്ധമാവ് ഞങ്ങളോട് സംസാരിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. ഒരിക്കൽ കൂടെ ഞങ്ങളൊന്ന് വായിക്കാം. സദൃശവാക്യങ്ങൾ 17 അതിന്റെ 17-ാമത്തെ വാക്യം. സ്നേഹിതൻ എല്ലാ കാലത്തും സ്നേഹിക്കുന്നു, സ്നേഹിതൻ എല്ലാ കാലത്തും സ്നേഹിക്കുന്നു, അനർത്ഥകാലത്ത് അവൻ സഹോദരനായി തീരുന്നു. അനർത്ഥകാലത്ത് അവൻ സഹോദരനായി തീരുന്നു. സ്നേഹിതനെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. സ്നേഹിതൻ എല്ലാ കാലത്തും സ്നേഹിക്കുന്നു, എന്നാൽ അനർത്ഥകാലത്ത് സഹോദരനായി തീരുന്ന സ്നേഹമാണ് യഥാർത്ഥ സ്നേഹം. സ്നേഹിതന്മാർ ഒരുപാട് പേരുണ്ട്. നമുക്ക് ഒരുപാട് പേർ നമ്മുടെ സ്നേഹാന്വേഷണം നടത്താറുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങൾ അവർ നമ്മോട് ചോദിക്കാറുണ്ട്. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ അനർത്ഥം വരുമ്പോൾ, ഒരു കഷ്ടത വരുമ്പോൾ നമ്മോട് കൂടെ ഇരിക്കുന്നവനാണ് യഥാർത്ഥ സ്നേഹിതൻ. വായിച്ച വാക്യം ഒന്നുകൂടെ ശ്രദ്ധയോടെ വായിക്കുകയാണ്. ആ വാക്യം ഇങ്ങനെയാണ് ഇരിക്കുന്നത്: സ്നേഹിതൻ എല്ലാ കാലത്തും സ്നേഹിക്കുന്നു, അനർത്ഥകാലത്ത് അവൻ സഹോദരനായിത്തീരുന്നു. ഇന്ന് പകൽക്കാലം നമുക്ക് ദൈവത്തിൽ പ്രാർത്ഥിച്ചു കൊടുക്കാൻ, കർത്താവേ, ഞങ്ങൾ മറ്റുള്ളവർക്ക് സ്നേഹിതൻ മാത്രമായിരിക്കാതെ അവരുടെ അനർത്ഥകാലത്ത് ഒരു സഹോദരനെ പോലെ ആയിരിക്കാൻ ദൈവമേ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിച്ചാൽ നിശ്ചയമായും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അതിനായി നമ്മെ സഹായിക്കും. യേശു എന്നാണ് പറഞ്ഞത്. യോഹന്നാൻ സുവിശേഷം 15-ാം അധ്യായം അതിന് 12-13 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, യോഹന്നാൻ സുവിശേഷം 15-ാം അധ്യായം അതിന്റെ 12-13 വാക്യങ്ങൾ ഒന്ന് വായിക്കും. അവിടെ കർത്താവ് പറയുന്നു, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്നാകുന്നു എന്റെ കൽപ്പന. നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്നാകുന്നു എന്റെ കൽപ്പന. സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നതിലും അധികമുള്ള സ്നേഹം ആർക്കുമില്ല. നമ്മെ സംബന്ധിച്ച് വ്യക്തിപരമായി നോക്കിയാൽ എനിക്ക് ഒരുപാട് കൂട്ടുകാരുണ്ട്. നമുക്കെല്ലാവർക്കും ഒരുപാട് കൂട്ടുകാരുണ്ട്. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ കഷ്ടകാലത്ത് നമ്മോട് കൂടെ ഇരിക്കുന്ന ഒരാളാണ്. ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കാൻ ഒരുപാട് പേര് കാണും. നമ്മുടെ കയ്യിൽ സമ്പത്തുള്ളപ്പോൾ, നമുക്ക് സ്വാധീനങ്ങളുള്ളപ്പോൾ, നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പ്രാപ്തിയുള്ളപ്പോൾ നമ്മുടെ കൂടെ ഇഷ്ടം പോലെ പേര് കാണും. നമ്മുടെ ജീവിതത്തിൽ ധനം നഷ്ടപ്പെടുമ്പോൾ, സ്വാധീനബലം നഷ്ടപ്പെടുമ്പോൾ, നമ്മളൊന്നുമല്ലാതെ തീരുമ്പോൾ, അനർത്ഥ കാലത്ത് നേരത്തെ ഉണ്ടായിരുന്നതുപോലെ സ്നേഹത്തോടെ ആരാ നമ്മുടെ അടുക്കിലേക്ക് വരുന്നത്? അതാണ് നമ്മുടെ സഹോദരൻ. എന്ന പകൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോട് പറയുന്നു, പ്രിയ ദൈവപൈതലേ, ദൈവത്തിന് നിന്നെക്കുറിച്ചുള്ള ആഗ്രഹം നീ ഒരു സഹോദരനായി തീരണമെന്നുള്ളതാണ്. സ്നേഹിതൻ മാത്രമല്ല, അനർത്ഥകാലത്ത് അവനോടുകൂടെ നീ നടന്നാൽ, ആ വ്യക്തിയോടുകൂടെ നീ നടന്നാൽ നമ്മൾ അവന്റെ സഹോദരനായി മാറുകയാണ്. ഇന്ന് പകൽ എന്റെ വീടിന്റെ അടുത്തൊരു മരണം നടന്നതിന്റെ ഒരു ബന്ധുവാണ്, ക്രൈസ്തവരാണ്. എന്നാൽ ഞാൻ മറ്റൊരു സ്ഥലത്തായിരിക്കുമ്പോൾ ഈ മുടിയൊക്കെ വെട്ടുന്ന ആ ജാതിയിൽപ്പെട്ട ഒരാളെ ഞാൻ കണ്ടു. ഈ ക്രിസ്ത്യാനിയായ മനുഷ്യരും ഈ വ്യക്തിയും തമ്മിൽ വർഷങ്ങൾക്ക് മുമ്പ് നല്ല സ്നേഹബന്ധം ഉണ്ടായിരുന്നു. ആ ക്രിസ്ത്യാനിയായ മനുഷ്യൻ മരിച്ചുപോയത് 2 പെൺമക്കളാണ്. 2 പേരുടെ മരുമക്കൾ ഇവിടെ ഇല്ല. ആ വീട്ടിൽ പിന്നെ ആ അമ്മ മാത്രമേ, അമ്മയും 2 പെൺമക്കൾ മാത്രമേ ഉള്ളൂ. ബന്ധുക്കളൊന്നും അടുത്തില്ല. അപ്പോൾ നേരത്തെ സ്നേഹമായതുകൊണ്ട് വെളുപ്പാകാലം 2 മണിയായപ്പോ മരിച്ചു. ഈ അമ്മ വിളിച്ചു പറഞ്ഞു, ഞങ്ങൾ ബന്ധുക്കളൊക്കെ ദൂരെയാണ്, ഒന്ന് വന്നെങ്കിൽ കൊള്ളാമായിരുന്നു. ഞാൻ രാവിലെ 8 മണിയാകുമ്പോൾ ഈ സഹോദരനെ മാറുകളായിരിക്കുന്ന സഹോദരനെ കാണുമ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞങ്ങളൊരു വർഷങ്ങൾക്ക് മുമ്പ് നല്ല സ്നേഹബന്ധത്തിലായിരുന്നു. അദ്ദേഹം മരിച്ചു പോയപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ എന്നെ വിളിച്ചു. ഞാൻ 4 മണിക്ക് എന്റെ ഭാര്യയെ വിളിച്ച് അദ്ദേഹം അവന്റെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് ഞാൻ നേരെ മെഡിക്കൽ കോളേജിലേക്ക് പോയി. 6 മണിയാകുമ്പോൾ ഡെഡ് ബോഡി വീട്ടിലേക്ക് കൊണ്ടുവന്നു. എന്റെ മോനും അവിടെയുണ്ട്, ഞങ്ങളെ കൂടെയാണ് അവിടുത്തെ കാര്യങ്ങൾ ചെയ്യുന്നത്. പിന്നെ അവിടെ ബന്ധുക്കളൊക്കെ വന്നു. എന്റെ ബന്ധുവാൻ ഞാനും പിന്നെ അവിടെ ചെല്ലുവാൻ ഇടയായി. എന്റെ നിങ്ങൾക്ക് മനസ്സിലായി ഈ വ്യക്തിയായി പറഞ്ഞ വിഷയത്തിൽ നിന്ന്? അവിടെ ബന്ധുവല്ല, അവിടെ രക്തബന്ധത്തിൽ വരുന്ന ഒരാളല്ല ഞാൻ പറഞ്ഞ ആള്. അവിടെ ജാതിയല്ല, അവിടെ മതമല്ല,
ഞാൻ പറഞ്ഞ ഹിന്ദുവാണ്. ആ മനുഷ്യൻ പറയുകയാണ് അവിടെ വീട്ടില് അവരെ സഹായിക്കൊണ്ട് വേറെ ആരുമില്ല. അതുകൊണ്ട് വെളുപ്പിന് 4 മണിക്ക് ഞാൻ എന്റെ ഭാര്യയും മോനെയും കൂട്ടി അവിടെ വീട്ടിലേക്ക് പോയി. എന്റെ മോനെ ഭാര്യയും അവിടെ ആക്കി ഞാൻ മെഡിക്കൽ കോളേജിലേക്ക് പോയി. ആ മോടി 6 മണിയായപ്പോ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്ക് കൊണ്ടുവരാൻ ഇടയാണ്. ഈ പറഞ്ഞത് ഒരു ജാതീയനായ ഒരു മനുഷ്യനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഈ സാക്ഷ്യം ദൈവം ഇതില് എന്നെ നിങ്ങളെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് ഇതേപോലെയാണ്. അനർത്ഥ കാലത്ത് നമ്മൾ സഹോദരനായി തീരണം. ഈ മനുഷ്യൻ ഞാൻ പറഞ്ഞ രക്തബന്ധത്തിലുള്ളതല്ല, കുടുംബത്തിലുള്ളതല്ല. പക്ഷെ ഈ അനർത്ഥ കാലത്ത് ഇവിടെ കഷ്ടത വന്നപ്പോൾ ആരും സഹായിക്കുവാനില്ലാത്ത സമയത്ത് ഈ വ്യക്തി സ്നേഹിതൻ ആ വീട്ടിലെ ഒരു അംഗത്തെ പോലെയാണ്, സഹോദരനായി. ഇന്ന് പകൽക്കാലം കർത്താവ് പറയുന്നു, നിങ്ങളും തമ്മിൽ സ്നേഹിക്കണം. കർത്താവ് പറയാണ്, സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നതിലും അധികം സ്നേഹം മറ്റാർക്കാണുള്ളത്. നമ്മൾ സ്നേഹമുണ്ടെന്നൊക്കെ പറയും. കാര്യസാധ്യത്തിന് വേണ്ടിയാണ് ലോകത്തിന്റെ സ്നേഹം. നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നേടുവാനായി അവർ സ്നേഹിക്കും. ഒരുപക്ഷെ നമ്മളും അങ്ങനെ ആയിരുന്നിരിക്കാം ഇതുവരെ. എന്നാൽ പരിശുദ്ധാത്മാവ് പറയുന്നു, നമ്മൾ പണം നോക്കിയല്ല സ്നേഹിക്കേണ്ടത്, അവരുടെ സ്വാധീനം നോക്കിയല്ല സ്നേഹിക്കേണ്ടത്. സ്നേഹം നിർവ്യാജമായിരിക്കട്ടെ എന്ന് ദൈവത്തിന്റെ വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. സ്നേഹമെല്ലാം ക്ഷമിക്കുന്നുവെന്ന് നമ്മൾ വായിക്കുന്നു. സ്നേഹമെല്ലാം വിശ്വസിക്കുന്നുവെന്ന് നമ്മൾ വായിക്കുന്നു. സ്നേഹം പാപങ്ങളുടെ ബഹുത്വത്തെ മറയ്ക്കുന്നു എന്ന് നമ്മൾ വായിക്കുന്നു. സ്തോത്രം. സ്നേഹിക്കാത്തവൻ ദൈവത്തിന്റെ ശത്രുവാണെന്ന് നമ്മൾ വചനത്തിലൂടെ വായിച്ച് മനസ്സിലാക്കും. പകൽക്കാലം നമുക്ക് നമ്മുടെ ചിന്തകളെ ഒന്ന് ദൈവകരങ്ങളെ ഒന്ന് സമർപ്പിക്കാം. കർത്താവേ, വെറുതെ ഒരു സ്നേഹിതൻ മാത്രമായിരിക്കാതെ അനർത്ഥ കാലത്ത് അവരുടെ സഹോദരനായിരിക്കാൻ, പുരുഷരുടെ അയൽപക്കത്തുള്ളവർ അക്രേഷരായിരിക്കാം, നിരീശ്വരവാദിയായിരിക്കാം, നമുക്ക് ഉപദ്രവം ചെയ്യുന്നവരായിരിക്കാം. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവർ, നിങ്ങളുടെ അവരുടെ ജീവിതത്തിൽ ഒരു അനർത്ഥം വരുമ്പോൾ, കഷ്ടത വരുമ്പോൾ അവരെ പോയി ഒന്ന് സഹായിക്കുക. ഒരു പ്രതിഫലം കൂടാതെ സഹായിച്ചാൽ ഞാൻ നിങ്ങൾക്ക് ഉറപ്പു തരാം, നിങ്ങളുടെ ഹൃദയത്തിൽ ദൈവത്തിന്റെ സ്നേഹമെന്ന വൃത്തിയിൽ നിങ്ങൾ ഇടുകയാണ്. ഇന്നല്ലെങ്കിൽ നാളെ അത് 100 മേനി ഫലം കൊയ്യും. അവരെന്ത് പറയുന്നറിയാമോ? എത്ര യോജന അവർക്ക് ചെയ്തിട്ടും എന്റെ കഷ്ടതയിൽ ആരും എന്റെ ബന്ധുക്കൾ എന്റെ സഹോദരൻ ഒന്നു വരാത്ത സമയത്ത് അവരുടെ അടുക്കിലേക്ക് വന്ന് എന്നെ സഹായിച്ചു. അവരുടെ ദൈവം ജീവിക്കുന്ന ദൈവം തന്നെയാണ് എന്ന് പറയുവാൻ ഇടയായിത്തീരും. ലൂക്കോസ് സുവിശേഷം 10-ാം അധ്യായം 25 മുതൽ 37 വാക്യം വായിക്കുമ്പോൾ യേശു കർത്താവിന്റെ അടുക്കലേക്ക് ഒരാൾ വരികയാണ്. അത് ചോദിക്കുന്ന ചോദ്യം, ഗുരു, ഞാൻ നിത്യജീവനെ പ്രാപിക്കാൻ എന്ത് ചെയ്യണം? അതാണ് ചോദ്യം. നമുക്കത് വായിച്ചു നോക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 25 മുതൽ 37 വരെയുള്ള വാക്യങ്ങൾ ശ്രദ്ധയോടെ നമുക്ക് കേൾക്കാം. അനന്തരം ഒരു ന്യായശാസ്ത്രി എഴുന്നേറ്റ്, ഗുരു, ഞാൻ നിത്യജീവൻ അവകാശിയായി തീരുവാൻ എന്ത് ചെയ്യണം എന്ന് അവനെ പരീക്ഷിച്ച് ചോദിച്ചു. അവനവനോട് ന്യായപ്രമാണത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു, നീ എങ്ങനെ വായിക്കുന്നു എന്ന് ചോദിച്ചതിന് നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടുകൂടെ സ്നേഹിക്കണം, പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം എന്നും കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം എന്നും തന്നെ ഉത്തരം പറഞ്ഞു. അവനവനോട് നീ പറഞ്ഞ ഉത്തരം ശരി, അങ്ങനെ ചെയ്യുക, എന്നാൽ നീ ജീവിക്കും എന്ന് പറഞ്ഞു. അവൻ തന്നെത്താൻ നീതീകരിപ്പാൻ ഇച്ഛിച്ചിട്ട് നീതീകരിപ്പാൻ ഇച്ഛിച്ചിട്ട് യേശുവിനോട് എന്റെ കൂട്ടുകാരൻ ആർ എന്ന് ചോദിച്ചതിന് അവൻ തന്നെത്താൻ നീതിയെല്ലാം തികഞ്ഞവൻ എന്നുള്ള ചിന്തയോടെ കർത്താവിനെ കൊടുക്കുവാൻ കർത്താവ് ചോദിക്കുന്നത്, എന്റെ കൂട്ടുകാരൻ ആരാണ്? യേശു ഉത്തരം പറഞ്ഞത്, ഒരു മനുഷ്യൻ യെരൂശലേമിൽ നിന്ന് എരിഹോവിലേക്ക് പോകുമ്പോൾ കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടു. അവർ അവനെ വസ്ത്രം അഴിപ്പിച്ചു മുറിവേൽപ്പിച്ച് അർത്ഥപ്രാണനായി വിട്ടേച്ചു പോയി. ആ വഴിയായി യാദൃശ്യമായി ഒരു പുരോഹിതൻ വന്നു. അവനെ കണ്ടിട്ട് മാറി കടന്നു. ഒരു നിമിഷം, ഒരു പുരോഹിതൻ വരികയാണ്. പുരോഹിതന്റെ ശുശ്രൂഷ എന്ന് പറയുന്നത് ജനത്തിനു വേണ്ടി ദൈവത്തോട് അപേക്ഷിക്കുന്ന ശുശ്രൂഷയാണ്. പ്രവാചകൻ ദൈവത്തിന്റെ അരുളപ്പാടുകളെ ജനത്തോട് അറിയിക്കുന്നതാണ് പ്രവാചകന്റെ ശുശ്രൂഷ. പുരോഹിതന്റെ ശുശ്രൂഷ ജനത്തിനു വേണ്ടി ദൈവത്തിന്റെ സ്ഥലം ഇടിവിൽക്കുന്ന ശുശ്രൂഷയാണ്. എന്നാൽ ഈ പുരോഹിതൻ അതുവഴി കടന്നു വരുമ്പോൾ അർത്ഥപ്രാണ ഒരു മനുഷ്യൻ മുറിവേറ്റ് വഴിയേറി കിടക്കുക, അവരുള്ളതെല്ലാം പിടിച്ചുപറിക്കപ്പെട്ടു, ആക്രമിക്കപ്പെട്ട് ജീവനിപ്പോൾ നഷ്ടപ്പെടുന്ന അവസ്ഥയിൽ കിടക്കുമ്പോൾ ആ പുരോഹിതൻ വന്ന വഴിയെ കടന്നുപോയി. സ്തോത്രം.
സഹായിക്കേണ്ടവർ കണ്ടും കാണാതെയും കടന്നു പോകുന്ന ഒരവസ്ഥയാണ്. സാധു കൊച്ചുകുഞ്ഞ് ഉപദേശി ഒരു മനോഹരമായ പാട്ട് പാടിയിട്ടുണ്ട്. ആ പാട്ട് എങ്ങനെയാണ്? ആരും സഹായമില്ല, എല്ലാവരും ആരും കണ്ടും കാണാതെയും പോകുന്നവർ, എന്നാൽ എനിക്കൊരു സഹായകൻ വാനിലുണ്ടെന്ന് അറിഞ്ഞതിൽ ഉല്ലാസമേ. ആ പാട്ടുകാരുടെ സാഹചര്യം എങ്ങനെയാണ്? താൻ സുവിശേഷം നിമിത്തം സുവിശേഷം വേലയ്ക്ക് ഇറങ്ങിയപ്പോൾ തന്റെ വീട്ടുകാരെല്ലാം ഒറ്റപ്പെടുത്തി. വീട്ടിലുള്ള മംഗളകർമ്മങ്ങൾക്ക് സന്തോഷകാര്യങ്ങൾക്കൊന്നും തന്നെ ക്ഷണിക്കാതെയായി. വീട്ടിൽ ഭയങ്കരമായ പട്ടിണിയാണ്. തന്റെ ബന്ധത്തിൽ നിന്ന് ആള് എപ്പോ എല്ലാ മാസവും അല്പം അരി സാധനങ്ങളെ കൊണ്ട് തന്റെ വീട്ടിൽ കൊടുത്ത് സഹായിക്കും. വേറെ എല്ലാ വരുമാന മാർഗങ്ങളും തന്റെ കയ്യിലില്ല. ഒരു ദിവസം രാവിലെ മക്കൾ എഴുതിട്ട് അപ്പനോട് ചോദിച്ചു, അപ്പ ഇന്നെങ്കിലും നമുക്ക് അല്പം കഞ്ഞിവെള്ളം കുടിക്കാൻ പറ്റുമോ എന്ന് മക്കൾ വന്ന് ചോദിച്ചു. അപ്പ പറഞ്ഞു, ഈ ദിവസം പറഞ്ഞു, മക്കളെ കുടിക്കാൻ പറ്റും, നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി. അദ്ദേഹം പ്രാർത്ഥന മുറിയിലേക്ക് കയറി ദൈവത്തോട് താൻ പ്രാർത്ഥിച്ചു. പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ കാണുന്നത് എല്ലാ മാസവും സഹായമായി വരുന്ന ആ ബിന്ദു തോളിൽ ഒരു പാണ്ഡവുമായി വരികയാണ്, ഒരു ചാക്കുകെട്ടുമായി വരികയാണ്. മക്കളെ അടുക്കൽ വിളിച്ചിട്ട് പറഞ്ഞു, മക്കളെ നിങ്ങൾ ചോദിച്ചാൽ കഞ്ഞിവെള്ളം കുടിക്കാൻ പറ്റുമോ എന്ന്? നമ്മുടെ സഹായം എന്നാ വരികയാണ്, നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യണം എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ ആ മനുഷ്യന്റെ വരവ് പ്രദേശത്ത് നിൽക്കുമ്പോൾ ഈ മനുഷ്യൻ ഈ വീടിനടുക്കിലേക്ക് എത്തിയപ്പോൾ തന്റെ കയ്യിലുള്ള വലിയ കുട നിവർത്തി ഈ വീട്ടിനേരെ മറച്ചു പിടിച്ചിട്ട് ആരും കാണാത്തവരെ പോലെ താൻ കടന്നുപോയി. ആ പിതാവിന് ഭയങ്കരമായ വേദനയായി. മക്കൾ കരയാൻ തുടങ്ങി. ഈ അപ്പൻ ദൈവത്തെ സാധുവച്ചു ഉപദേശി അല്ല പ്രാർത്ഥന മുറിയിലേക്ക് കയറിപ്പോയിട്ട് ഞാൻ ദൈവത്തോട് പറഞ്ഞ ഒരു വാക്ക് അത് പാട്ടിന്റെ വരികളായി മാറി. ആരും സഹായമില്ലെല്ലാവരും ആരും കണ്ടും കാണാതെയും പോകുന്നവർ, ആരും സഹായമില്ലെല്ലാവരും ആരും കണ്ടും കാണാതെയും പോകുന്നവർ, എന്നാൽ എനിക്കൊരു സഹായകൻ വാനിലുണ്ടെന്നറിഞ്ഞതിൽ ഉല്ലാസമേ. എന്നാൽ എനിക്കൊരു സഹായകൻ വാനിലുണ്ടെന്നറിഞ്ഞതിൽ ഉല്ലാസമേ. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, സഹായിപ്പാൻ പ്രാപ്തിയുള്ളവർ സഹായിപ്പാൻ കഴിയാതെ മാറി നിൽക്കുമ്പോൾ മറക്കണ്ട, ഒരു സഹായം നമ്മുടെ അടുക്കലേക്ക് ഇറങ്ങി വരും. കർത്താവ് യേശു ക്രിസ്തുവാണ്. പുരോഹിതൻ ആ മനുഷ്യനെ കണ്ടിട്ട് കാണാത്തവനെ പോലെ പോവുകയാണ്. വായിക്കുന്നത് അടുത്ത് ഭാഗം. അങ്ങനെ തന്നെ ഒരു ലേവ്യനും ആ സ്ഥലത്തെത്തി അവനെ കണ്ടിട്ട് മാറിക്കടന്നുപോയി. ലേവ്യൻ ദൈവത്തിന്റെ പെട്ടകം ചുമക്കുവാൻ വിളിക്കപ്പെട്ടവൻ. ലേവ്യ കുടുംബത്തിലുള്ളവരെയാണ് പുരോഹിതരെ തിരഞ്ഞെടുക്കേണ്ടത്. ലേവ്യൻ ദൈവത്തിനായി തിരഞ്ഞെടുക്കപ്പെട്ടവൻ. കർത്താവ് പറയുകയാണ്, നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണം. ഇത് പുതിയ നിയമത്തെ കൽപ്പനയല്ല, പഴയ നിയമത്തിലും ആവർത്തന പുസ്തകത്തിൽ കർത്താവ് പറഞ്ഞിട്ടുണ്ട്. നിന്റെ ദൈവമായ കർത്താവിനെ നീ സ്നേഹിക്കണം, നീ കാണപ്പെടുന്ന നിന്റെ സഹോദരനെ സ്നേഹിക്കണം. എന്നാൽ ലേവ്യനും കാണാത്തവനെ പോലെ കടന്നു പോവുകയാണ്. വായിക്കാൻ അടുത്ത ഭാഗം. ഒരു ശമര്യക്കാരൻ വഴി പോകുകയും അവന്റെ അടുക്കലെത്തി അവനെ കണ്ടിട്ട് മനസ്സലിഞ്ഞ് അരികെ ചെന്നു. ശമര്യൻ, യഹൂദനും ശമര്യനും തമ്മിൽ ഇരുളും വെളിച്ചവും പോലെ അകൽച്ചയാണ്. യേശു കർത്താവ് ഒരു ശമര്യസ്ത്രീ അടുക്കലേക്ക് പോകുമ്പോൾ ആ ശമര്യസ്ത്രീ പറഞ്ഞൊരു വാക്ക് നമുക്കറിയാം. നീ എന്നോട് വെള്ളം ചോദിക്കുവാൻ ഞാൻ നിനക്ക് വെള്ളം തരുവാൻ എനിക്ക് എന്താണ് യോഗ്യത? കാരണം ആ ശമര്യസ്ത്രീ പ്രജാതിക്കാരിയാണ്, യേശു യഹൂദനാണ്. അവർ തമ്മിൽ ഭയങ്കരമായ അകൽച്ചയുണ്ട്. ഇവിടെ ഒരു ശമര്യക്കാരൻ മുറിവേറ്റുകളുടെ മനുഷ്യനടുക്കലേക്ക് വരികയാണ്. അദ്ദേഹം നമ്മൾ പെട്ടെന്ന് വായിക്കുമ്പോൾ തോന്നുമ്പോൾ അദ്ദേഹം ഒരു സാധാരണ മനുഷ്യനെന്ന് തോന്നും. പക്ഷേ നമ്മൾ വ്യക്തമായി വായിച്ചു വന്നാൽ ആ മനുഷ്യന്റെ ആ സമൂഹത്തിലുള്ള സ്വാധീനം നമുക്ക് മനസ്സിലാക്കും. വായിക്കുന്നത് എണ്ണയും വീഞ്ഞും പകർന്ന് ആ മനുഷ്യന് എണ്ണയും വീഞ്ഞും പകർന്ന്. അപ്പോ ആ ശമര്യക്കാരൻ സാധാരണ മനുഷ്യനല്ല, തന്റെ കയ്യിൽ എണ്ണയും വീഞ്ഞും ഉണ്ട്. വെറുതെ അല്ല തന്റെ യാത്ര. താനൊരു വ്യാപാരിയാണ്. നല്ലൊരു ധനാഢ്യനായ ഒരു മനുഷ്യനാണ്.
എണ്ണ ഒഴിച്ച് പകർന്നു അവന്റെ മുറിവുകളെ കെട്ടി അവനെ തന്റെ വാഹനത്തിൽ കയറ്റി. ഈ മനുഷ്യൻ എവിടെ നിന്നോ എങ്ങോട്ടോ താൻ ആവശ്യമായി സമയബന്ധിതമായി താൻ യാത്ര ചെയ്യുകയാണ്. തന്റെ യാത്ര യാദൃച്ഛികമായി മുറിവെറ്റിടുന്ന ഒരു മനുഷ്യനെ കണ്ടപ്പോൾ തന്റെ പദ്ധതികളെല്ലാം മാറ്റി, തന്റെ അതിനുള്ള പ്ലാനുകളെല്ലാം മാറ്റി, തന്റെ സമയം പോലും താൻ വിലക്കെടുത്തില്ല. തന്റെ മുമ്പിൽ ആ മുറിവെറ്റിടുന്ന മനുഷ്യൻ മാത്രമാണ് ആയിരുന്നു ലക്ഷ്യം. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ നമ്മൾ പലതും നിശ്ചയിക്കപ്പെട്ട പോലെ യാത്ര ചെയ്യുമ്പോൾ, പലതും നിശ്ചയിച്ചുറച്ചതുപോലെ നമ്മൾ ഓരോന്ന് ചെയ്യുമ്പോൾ, നമ്മുടെ കയ്യിൽ പൈസയാകട്ടെ അതെല്ലാം നമ്മൾ ഓരോ നടന്ന ഓരോ കാര്യത്തിൽ വെക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ ഇതുപോലെ നിസ്സഹായമായി ചിലർ നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോൾ, നമ്മുടെ ഇല്ലായ്മയിൽ നിന്ന് അവരെ സഹായിക്കാൻ മനസ്സ് വെച്ചാൽ, സമയത്തെ വേർതിരിച്ചാൽ, അത് സ്വർഗത്തിലെ ദൈവം തന്റെ നിക്ഷേപത്തിൽ, തന്റെ കണക്ക് പുസ്തകത്തിൽ നമ്മുടെ അക്കൗണ്ടിൽ എഴുതി ചേർക്കുവാനിടയായിത്തീരും. സഹായം ചെയ്ത് നമ്മൾ മറന്നുപോകും, അദ്ദേഹം മറന്നുപോകും. പക്ഷേ ദൈവം മറക്കുകയില്ല. നമുക്ക് നമ്മുടെ തലമുറകൾക്ക് അത് അനുഗ്രഹമായി തിരികെ വരുവാൻ ഇടയായിത്തീരും. ആ ശമരക്കാരൻ എണ്ണയും മീനും നൽകിയ മനുഷ്യനെ തന്റെ വാഹനത്തിൽ കയറ്റി വായിക്കാം. വഴിയമ്പലത്തിലേക്ക് കൊണ്ടുപോയി രക്ഷ ചെയ്തു. പിറ്റേന്നാൾ അവൻ പുറപ്പെടുമ്പോൾ അന്ന് യാത്ര നടന്നില്ല. പിറ്റേന്നാൾ അവൻ പുറപ്പെടുമ്പോൾ 2 വെള്ളിക്കാശ് എടുത്ത് വഴിയമ്പലക്കാരന് കൊടുത്തു. ഇവനെ രക്ഷ ചെയ്യണം. അധികം വല്ലതും ചെലവിട്ടാൽ ഞാൻ മടങ്ങി വരുമ്പോൾ അന്ന് കൊള്ളാം എന്ന് അവനോട് പറഞ്ഞു. അപ്പോൾ ഈ ശമര്യക്കാരനായ ഈ മനുഷ്യൻ ആ വഴിയമ്പലക്കാരന് സ്ഥിരപരിചയമുള്ള മനുഷ്യനാണ്. അത് മാത്രമല്ല, തന്റെ കയ്യിൽ സമ്പത്തുമുണ്ട്. താൻ പറഞ്ഞാൽ കേൾക്കുന്ന നിലയിൽ ആ വ്യക്തി സമൂഹത്തിൽ ഉന്നതനായ ഒരു വ്യക്തി ആയിരുന്നിരിക്കാം. ആ മനുഷ്യൻ പറയുകയാണ്, ഈ വ്യക്തിയെ നിങ്ങൾ മുറിവ് കെട്ടണം, ചികിത്സിക്കണം. എന്റെ കയ്യിൽ ഞാൻ കരയുകയാണെങ്കിൽ തിരികെ വരുമ്പോൾ തന്നുകൊള്ളാം. അപ്പൊ അദ്ദേഹം പറഞ്ഞ് വാക്കിൽ വിശ്വസിക്കത്തക്ക നിലയിൽ ആ മനുഷ്യൻ ജീവിതത്തിൽ നല്ല മൂല്യത്തിനുടമ, ജീവിത മൂല്യങ്ങൾ ഉടമസ്ഥനായ ഒരു മനുഷ്യനായിരുന്നു. സ്തോത്രം. അത്ര സമൂഹത്തിൽ വിലയും നിലയുമുള്ള, സമ്പത്തുള്ള, ഏതോ ഒരു കാര്യത്തിന് വേണ്ടി സമയം നിശ്ചയിക്കപ്പെട്ട് യാത്ര ചെയ്ത മനുഷ്യൻ അതെല്ലാം മാറ്റി വെച്ചിട്ട് ഒരൊറ്റ മനുഷ്യന് വേണ്ടി സമയത്ത് വേർതിരിക്കുകയാണ്. നമുക്കെല്ലാവർക്കും മാതൃകയായി തീർന്ന കർത്താവ് ഇങ്ങനെയല്ലേ ചെയ്തത്? പിതാവിന്റെ സന്നിധിയിൽ താൻ കൂടെ ഇരിക്കുമ്പോൾ മുറിവേറ്റ് കിടന്ന് നമ്മെ തേടി ആ കർത്താവ് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. തന്റെ മഹത്വമെല്ലാം മാറ്റിവെച്ചു. സ്തോത്രം. കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാൻ മനുഷ്യപുത്രൻ വന്നു. കർത്താവ് നീതിവാന്മാരെ തേടിയില്ല, ആവിയെ തേടിയാണ് കർത്താവ്. നമ്മെ തേടി കർത്താവ് വന്നു. അവൻ നമ്മളെ മുറിവുകളെ കെട്ടി നമ്മളെ സഭയാകുന്ന വഴിയമ്പലത്തിലാക്കി. അവിടുത്തെ ശുശ്രൂഷകൾ പറഞ്ഞു, സ്തോത്രം, ഇവരെ ശുശ്രൂഷിക്കണം. അധികം എന്തെങ്കിലും ചിലവായാൽ ഞാൻ മടങ്ങി വരും. കർത്താവ് പറഞ്ഞ ഞാൻ മടങ്ങി വരുമ്പോൾ നീ അധികം ചിലവാക്കിയത് ഞാൻ നിനക്ക് തരും. സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, സ്നേഹിതൻ എല്ലാ കാലത്തും സ്നേഹിക്കുന്നു. അനർത്ഥ കാലത്ത് നമുക്ക് സഹോദരനായി തീരും. ഈ നല്ല ശമര്യക്കാരന്റെ ഉപമ നമ്മെ എന്താണ് പഠിപ്പിക്കുന്നത്? വായിക്കാൻ കർത്താവുണ്ട്. കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടവന് ഈ മൂവരിൽ ഏവൻ കൂട്ടുകാരനായി തീർന്നു എന്ന് നിനക്ക് തോന്നുന്നു. കള്ളന്മാരുടെ കൂട്ടത്തിൽ അകപ്പെട്ടവന് ഈ 3 പേരിൽ ആര് കൂട്ടുകാരനാകും എന്ന് ചോദിച്ചു. അവരോട് കരുണ കാണിച്ചവൻ എന്ന് അവൻ പറഞ്ഞു. യേശു അവനോട് നീയും പോയി അങ്ങനെ തന്നെ ചെയ്യുക എന്ന് പറഞ്ഞു. സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, കർത്താവ് നമ്മളെ സ്നേഹിച്ചത് തന്റെ ജീവനെ നൽകി സ്നേഹിപ്പാനിടയാക്കി. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. നമ്മെ തന്നെ പൂർണ്ണമായ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. ഹല്ലേലൂയ. ഉന്നതി വെടിഞ്ഞവനെ മണ്ണിൽ താണു വന്നവനെ, ഉന്നതി വെടിഞ്ഞവനെ മണ്ണിൽ താണു വന്നവനെ, എനിക്കായിട്ടല്ലയോ ക്രൂശിങ്കൽ ജീവനെ തന്നത്, എനിക്കായിട്ടല്ലയോ ക്രൂശിങ്കൽ ആടുകൾ ഏറ്റത്, എനിക്കായിട്ടല്ല
പ്രിയമുള്ളവരെ, സ്നേഹിത എല്ലാ കാലത്തും സ്നേഹിക്കും. അനർത്ഥ കാലത്ത് ഒരു സഹോദരനായി ഈ നല്ല ശമരിയക്കാരന്റെ ഉപമ ദൈവത്തിന്റെ പരിശുദ്ധമായ ഹൃദയം എന്ന മാംസപ്പലയിൽ എഴുതി ചേർക്കട്ടെ. ലോകം കാര്യസാധ്യത സ്നേഹിക്കുന്നു. നമുക്കറിയാവുന്ന ലോകത്തിൽ നമ്മൾ പത്രമാധ്യമങ്ങൾ കാണുന്ന കാര്യങ്ങളുണ്ട്. ഫേസ്ബുക്കിലൂടെ പരിചയപ്പെടുന്ന യൗവനക്കാരികൾ ഒരു പരസ്യം ഹൃദയം പങ്കിടുകയാണ്. അയലൊക്കെ പറയുന്നു, അരിച്ചാലും ചത്താലും ആരെല്ലാം കൊന്നാലും ഞാൻ ഇതിനെ വേണ്ടി ജീവിക്കുന്നെന്ന് പറയുന്നു. അവരങ്ങനെ മുമ്പോട്ട് സ്നേഹത്തോടെ പോകുമ്പോൾ അവരുടെ എന്തെങ്കിലും ചെറിയ പ്രശ്നമുണ്ടാകുമ്പോൾ പിന്നെ നമ്മൾ കാണുന്നത് ആസിഡ് കൊണ്ട് മുഖത്തൊടിക്കുന്നു, പെട്രോൾ ഒഴിച്ച് കത്തിക്കുന്നു, കത്തി കുത്തി കയറ്റി കൊല്ലുന്നു. ഇതെന്താണ് സ്നേഹം? ഇതാണോ സ്നേഹം? ഇതല്ല സ്നേഹം. സ്നേഹമെന്ന് പറയുന്നത് സ്തോത്രം അനർത്ഥകാലത്ത് കൂടെയിരിക്കുന്നതാണ് സ്നേഹം. സ്തോത്രം നമുക്കെതിരെ പഴി ദൂഷ്യം പറയുമ്പോഴും നമ്മെ സ്തോത്രം ഉപേക്ഷിക്കുമ്പോഴും നമ്മെ കൈവിടുമ്പോഴും നമ്മൾ അവരെ സ്നേഹിച്ചാൽ നമ്മൾ അവർക്ക് സഹോദരനായി മാറും. ദൈവത്തിന്റെ പരിശുദ്ധന്മാവ് നമ്മെ അതിനായി സഹായിക്കട്ടെ. ഹല്ലേലൂയ. പ്രണയത്തിന്റെ ഒരു ഭാഗത്തിലേക്ക് നമ്മൾ ശ്രദ്ധയിലിരിക്കാം. 1 ശമൂവേൽ പുസ്തകം 20-ാം അധ്യായം 17-ാമത്തെ വാക്യം. 1 ശമൂവേൽ പുസ്തകം 20-ാം അധ്യായം അതിലെ 17-ാമത്തെ വാക്യം. സ്വന്തം പ്രാണനെ പോലെ ദാവീദിനെ സ്നേഹിക്കയാൽ തന്നോടുള്ള സ്നേഹത്തെ ചൊല്ലി അവനെ കൊണ്ട് പിന്നെയും സത്യം ചെയ്യിച്ചു. പിന്നെ യോനാഥാൻ ദാവീദിനോട് പറഞ്ഞത്, ആ വാക്യത്തോട് വായിക്കാമോ? യോനാഥാൻ സ്വന്തം പ്രാണനെ പോലെ ദാവീദിനെ സ്നേഹിക്കയാൽ തന്നോടുള്ള സ്നേഹത്തെ ചൊല്ലി അവനെ കൊണ്ട് പിന്നെയും സത്യം ചെയ്യിച്ചു. ആരാണ് യോനാഥാൻ? ശൗലിന്റെ മകൻ. ആരാണ് ദാവീദ്? ഇശായിയുടെ മകൻ, ഇടയ ചെറുക്കൻ. സ്തോത്രം. രാജാവിന്റെ മകൻ അടുത്ത രാജാവായി കിരീടാവകാശിയെ തീരേണ്ട മനുഷ്യൻ ഒരു ഇടയ ചെറുക്കനായ ദാവീദിനെ തന്റെ പ്രാണനെ പോലെ സ്നേഹിക്കുക. സ്തോത്രം. നമ്മൾ നേരത്തെ പാടിയ പാട്ട് വലിയ പാടി അമ്മ തന്നോട് ദൈവത്തിന്റെ കരങ്ങളെ സമർപ്പിച്ച് ഈ വായന ചിന്തയിലേക്ക് ശ്രദ്ധിച്ചിരിക്കാം. യേശുവേ ഓരോരു സ്നേഹിതൻ ഉണ്ടോ? യേശുവേ ഓരോരു സ്നേഹിതൻ ഉണ്ടോ? ആരുമില്ല, 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 ആരുമില്ല. 1 ശമൂവേൽ പുസ്തകം 20-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യമാണ് നമ്മൾ വായിച്ചത്. ഒരിക്കൽ കൂടെ ആ വാക്യം നമ്മൾ വായിക്കാം. 1 ശമൂവേൽ പുസ്തകം 20-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യം. യോനാഥാൻ സ്വന്തം പ്രാണനെ പോലെ ദാവീദിനെ സ്നേഹിച്ചു. യോനാഥാൻ സ്വന്തം പ്രാണനെ പോലെ ദാവീദിനെ സ്നേഹിച്ചു. ആരാണ് ദാവീദ്? ആരാണ് യോനാഥാൻ? ഞാൻ പറഞ്ഞു. യോനാഥാൻ ശൗലിന്റെ മകൻ, ദാവീദ് ഇശായിയുടെ മകൻ. ദാവീദിന്റെ ക്വാളിഫിക്കേഷൻ, യോഗ്യത ഇടയ ചെറുക്കൻ. യോനാഥാന്റെ യോഗ്യത അടുത്ത കിരീടാവകാശിയാണ്. എന്നാൽ ആ രാജ്യത്ത് ഭയങ്കര സംഭവം ഉണ്ടായി. നമുക്കറിയാം. ഗോലിയാത്ത് എന്നൊരു മല്ലൻ, ഒരു ഫെലിസ്ത്യൻ വന്ന് ഇസ്രായേലിലെ ഓരോരുത്തരെയും വെല്ലുവിളിക്കുകയാണ്. എന്നെ തോൽപ്പിച്ചാൽ നിങ്ങൾക്ക് ഞങ്ങൾ കൊണ്ടുവന്നല്ല നിങ്ങൾക്ക് തരാം. എന്നെ തോൽപ്പിക്കണം. അതിന് ഞാൻ നിങ്ങൾ ആര് വേണമെങ്കിലും എന്നോട് യുദ്ധം ചെയ്യാം. അവർ തോറ്റാൽ രാജ്യവും രാജാവും ഒക്കെ ഞങ്ങൾക്ക് അവകാശമായി. ഇങ്ങനെ വെല്ലുവിളി നീണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇടയ ചെറുക്കനായ ദാവീദ് യുദ്ധാഭ്യാസം പറഞ്ഞുകൂടാത്തവൻ, ആടുകളെ വേറ്റ് മാത്രം പരിചയമുള്ളവൻ, മനോഹരമായ ദൈവത്തിന്റെ ചില പാട്ടുകൾ പാടി ദൈവത്തെ സ്തുതിക്കുന്ന ആ ചെറുപ്പക്കാരൻ അപ്പൻ അയച്ചതനുസരിച്ച് സഹോദരന്മാരെ തേടി ആ യുദ്ധമുഖത്തേക്ക് വരികയാണ്. ആ യുദ്ധമുഖത്തേക്ക് വരുമ്പോൾ കാണുന്നത് ഈ മനുഷ്യൻ എല്ലാ ദിവസവും രാവിലെ വന്ന് വെല്ലുവിളിക്കുകയാണ്. ദാവീദ് പറഞ്ഞു, നീ നിന്നിച്ച ഇസ്രായേൽ ദൈവമായ യഹോവയുടെ നാമത്തിൽ ഞാൻ വരുന്നു. നിന്നെ ഇന്ന് എന്റെ കയ്യിൽ ദൈവം ഏൽപ്പിക്കും. ഞാൻ നിന്നെ കൊല്ലും എന്ന് പറഞ്ഞ വാക്ക് ശൗലിന്റെ ചെവിയിലെത്തി. അങ്ങനെ ദാവീദ് ഗോലിയാത്തിനെ കൊല്ലുകയാണ്.
1 ശമൂവേൽ പുസ്തകം തന്നെ 17-ാം അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ 1 ശമൂവേൽ പുസ്തകം 17-ാം അധ്യായം 18-ാമത്തെ വാക്യം. ഈ പാൽപ്പെട്ട 10 1 ശമൂവേൽ പുസ്തകം 17-ാം അധ്യായം 18-ാമത്തെ വാക്യം. ഈ പാൽപ്പെട്ട 10 സഹസ്രാധിപതിന് കൊടുക്കുക. നിന്റെ സഹോദരന്മാരുടെ ക്ഷേമം ചോദിച്ച് ലക്ഷ്യവും വാങ്ങി വരിക. ശൗലും അവരും ഇസ്രായേലൊക്കെ ഏകാകാലങ്ങളിൽ ഫെലിസ്ത്യരോട് യുദ്ധം ചെയ്യുന്നുണ്ട്. അങ്ങനെ ദാവീദ് അധികാരത്തെ എഴുന്നേറ്റ് ആടുകളെ കാവൽക്കാരന്റെ പക്കൽ വിട്ടയച്ചു. ഇശ്ശായി തന്നോട് കൽപ്പിച്ചതൊക്കെയും എടുത്തും കൊണ്ട് ചെന്ന് കൈനിലയിൽ എത്തിയപ്പോൾ മതി. ആ അധ്യായം തന്നെ 17-ാം അധ്യായം തന്നെ 55-ാമത്തെ വാക്യം. 55-ാമത്തെ വാക്യം. ദാവീദ് ഫെലിസ്ത്യന്റെ നേരെ ചെല്ലുന്നത് ശൗൽ കണ്ടപ്പോൾ സേനാധിപതിയായ അബ്നേരെ ഈ ബാല്യക്കാരൻ ആരുടെ മകൻ എന്ന് ചോദിച്ചതിന് അബ്നേർ രാജാവെ തിരുമേനിയാണ്, ഞാൻ അറിയുന്നില്ല എന്ന് പറഞ്ഞു. ഈ ബാല്യക്കാരൻ ആരുടെ മകൻ എന്ന് നീ അന്വേഷിക്കണം എന്ന് രാജാവ് കൽപ്പിച്ചു. ദാവീദ് ഫെലിസ്ത്യനെ സംഹരിച്ച് മടങ്ങി വരുമ്പോൾ അബ്നേർ അവനെ കൂട്ടി ശൗലിന്റെ മുമ്പാകെ കൊണ്ടുചെന്നു. ഫെലിസ്ത്യന്റെ തലയും അവന്റെ കയ്യിൽ ഉണ്ടായിരുന്നു. തലയും അവന്റെ കയ്യിൽ ഉണ്ടായിരുന്നു. ശൗൽ അവനോട് ബാല്യക്കാരാ നീ ആരുടെ മകൻ എന്ന് ചോദിച്ചു. ഞാൻ ബേത്ത്ലേഹേമ്യനായ നിന്റെ ദാസൻ ഇശ്ശായിയുടെ മകൻ എന്ന് ദാവീദ് പറഞ്ഞു. 17-ാമത്തെ വാക്യം. അവൻ ശൗലിനോട് സംസാരിച്ചു തീർന്നപ്പോൾ യോനാഥാന്റെ മനസ്സ് ദാവീദിന്റെ മനസ്സോട് പറ്റിച്ചേർന്നു. യോനാഥാൻ അവനെ സ്വന്തം പ്രാണനെ പോലെ സ്നേഹിച്ചു. ശൗൽ അന്ന് അവനെ ചേർത്തുകൊണ്ടു അവന്റെ പിതൃഭവനത്തിലേക്ക് മടങ്ങിപ്പോകാൻ പിന്നെ അനുവദിച്ചതുമില്ല. ദാവീദിനെ അവന്റെ വീട്ടിലേക്ക് മടങ്ങിപ്പോകാൻ ശൗൽ അനുവദിച്ചില്ല. യോനാഥാൻ ദാവീദിനെ സ്വന്തം പ്രാണനെ പോലെ സ്നേഹിക്കൊണ്ട് അവനുമായി സഖ്യത ചെയ്ത് യോനാഥാൻ താൻ ധരിച്ചിരുന്ന മേലങ്കി ഊരി തന്റെ വസ്ത്രവും വാളും വില്ലും അരക്കച്ചയും ദാവീദിന് കൊടുത്തു. ശൗൽ അയക്കുന്നിടത്തൊക്കെയും ദാവീദ് പോയി കാര്യാദികളെ വിവേകത്തോടെ നടത്തും. ഞാനിത് വായിച്ചപ്പോ താഴെ ഭാഗം വായിക്കും നമുക്ക് അല്പം കൺഫ്യൂഷൻ ഉണ്ടാകും, അല്പം ആശയക്കുഴപ്പമുണ്ടാകും. താഴെ ഭാഗം കൊണ്ട് വായിക്കുന്നത് അതുകൊണ്ട് ശൗൽ അവനെ മേധാവിയാക്കി ഇത് സർവ്വജനത്തിനും ശൗലിന്റെ വൃത്യന്മാർക്കും ബോധിച്ചു. ദാവീദ് ഫെലിസ്ത്യനെ സംഹരിച്ച ശേഷം അവർ മടങ്ങി വരുമ്പോൾ ഇസ്രായേൽ പട്ടണങ്ങളിൽ നിന്നാണ് ഒക്കെയും സ്ത്രീകൾ പാടിയെ നൃത്തം ചെയ്തുകൊണ്ട് കപ്പും തമ്പുരവുമായി സന്തോഷത്തോടെ ശൗൽ രാജാവിനെ എതിരേറ്റ് ചെന്നു. സ്ത്രീകൾ വാദ്യഘോഷത്തോടെ ദാനം പ്രതികാരമായി ശൗൽ 1000 കൊന്നു. ദാവീദോ 10,000 എന്ന് പാടി. മതി സ്തോത്രം. ഞാൻ ഭാഗം വായിക്കുമ്പോൾ എനിക്ക് അല്പം ആശയക്കുഴപ്പമുണ്ടായി. നിങ്ങൾ ആ ഭാഗം വായിക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ചില ആശയക്കുഴപ്പമുണ്ടാകാൻ സാധ്യതയുണ്ട്. എന്താണെന്ന് അറിയാമോ? ഫെലിസ്ത്യനെ ദാവീദ് കൊന്നു. ദാവീദ് ഫെലിസ്ത്യനെ കൊന്നപ്പോൾ ശൗല് ദാവീദിനെ പിന്നെ വീട്ടിലേക്ക് വിട്ടില്ല, തന്റെ കൂടെ നിർത്തി. പിന്നെ നമ്മൾ താഴോട്ട് വായിക്കുന്നത് താൻ ഏൽപ്പിച്ച കാര്യമെല്ലാം വിശ്വസതയോടെ ദാവീദ് ചെയ്തു എന്നവിടെ എഴുതിയിരിക്കുന്നു. അതുകൊണ്ട് ദാവീദിനെ അവിടെ മേൽവിചാരനാക്കിയെന്ന് അവിടെ എഴുതി. അടുത്ത നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: ദാവീദ് ഫെലിസ്ത്യനെ തോൽപ്പിച്ച് മടങ്ങി വരുമ്പോൾ അവിടെ കന്യകുമാർ പാട്ടുപാടി ദാവീദ് 1000 കൊന്നു, ശൗൽ 1000 കൊന്നു, ദാവീദ് 10,000 കൊന്നു പാടി. അപ്പൊ ഞാൻ ഇതെന്താണ് ഇങ്ങനെ? നേരത്തെ എഴുതിയിരിക്കുന്നു ഫെലിസ്ത്യനെ തോൽപ്പിച്ചു, കൊന്നു കളഞ്ഞു. ശൗലിനോട് കൂടി ദാവീദ് നിർത്തി, ദാവീദ് പിന്നെ വീട്ടിൽ വിട്ടില്ല. പിന്നെ എഴുതിയിരിക്കുന്നു ഫെലിസ്ത്യനെ തോൽപ്പിച്ച് മടങ്ങി വരുമ്പോൾ ആ കന്യകുമാർ പാടിയതനുസരിച്ച് ശൗലിന് ദാവീദ് കോപമുണ്ടായി. ഞാൻ വേദപുസ്തകം മലയാള പരിഭാഷയിൽ മറ്റൊരു ബൈബിൾ വായിക്കുമ്പോൾ അവിടെ കണ്ട കാഴ്ച ഇങ്ങനെയാണ്, അവിടെ വായിച്ചത് ഇങ്ങനെയാണ്: ദാവീദിനെ പിന്നെ ശൗല് വീട്ടിലേക്ക് വിട്ടില്ല.
ആ യുദ്ധങ്ങൾ നയിപ്പാൻ ദാവീദിനെ ഈ ശൗൽ അയച്ചു. പല യുദ്ധങ്ങൾ നയിപ്പാൻ. ആ യുദ്ധങ്ങളെല്ലാം ജയിച്ച് ദാവീദ് മടങ്ങി വന്നു. ഈ യുദ്ധങ്ങളെല്ലാം ജയിച്ച് മടങ്ങി വന്നപ്പോൾ ശൗലിന് വലിയ ഇഷ്ടമായി ദാവീദിനോട്. അതിനാ സേനയുടെ മേലധികാരി, സൈന്യങ്ങളുടെ മേലധികാരിയാക്കി ദാവീദ് നിയമിച്ചു. അതെല്ലാവർക്കും ഇഷ്ടമായി. അങ്ങനെ ഫെലിസ്ത്യരുമായി പിന്നെ ഒരു യുദ്ധമുണ്ടായി. ആ ഫെലിസ്ത്യരെ തോൽപ്പിച്ച്, ആ യുദ്ധത്തിൽ ഫെലിസ്ത്യരെ തോൽപ്പിച്ച് ദാവീദ് മടങ്ങി വരുമ്പോഴാണ്, അല്ലാതെ ഗോലിയാത്തിനെ കൊന്നിട്ട് മടങ്ങി വരുമ്പോഴുള്ള പാട്ടല്ല ഇത്. ഫെലിസ്ത്യരെ പിന്നെ യുദ്ധത്തിൽ തോൽപ്പിച്ച് മടങ്ങി വരുമ്പോൾ കന്യാകുമാർ പാടിയ പാട്ടാണ് ശൗൽ 1000 കൊന്നു, ദാവീദ് 10,000 കൊന്നു. അതുകൊണ്ട് നിൽക്കേണ്ട നമ്മുടെ വിഷയം അതല്ല. ഞാനെങ്കിലും ആശയപ്പെടും വന്നുകൊണ്ട് നിങ്ങൾ വായിക്കുമ്പോൾ ഒരു സംശയം തോന്നുന്നു. അതുകൊണ്ട് ഞാൻ അത്രയും വിശദീകരിച്ചതേ ഉള്ളൂ. സ്വന്തം പ്രാണനെ പോലെ യോനാഥാൻ ദാവീദിനെ സ്നേഹിപ്പാനിടയായി. ഈ കന്യാകുമാർ പാടിയ പാട്ട് നിമിത്തം ശൗലിന് ദാവീദിനെ കുറിച്ച് ഭയമുണ്ടായി. എന്നുവെച്ചാൽ ഇവനെന്നെ കൊന്ന് എന്നെ നശിപ്പിച്ച് അവൻ എന്റെ രാജഭരണം അവൻ ഏറ്റെടുക്കുമോ എന്നുള്ള ഭയം ശൗലിനെ ഭരിച്ചു. എന്നുവെച്ചാൽ ദൈവത്താൽ നിയമിക്കപ്പെട്ട രാജാവാണ് ശൗൽ. ദൈവത്തിന് വഴി മാറിയപ്പോൾ അവന്റെ പേര് വന്നത് ദുരാത്മാവാണ്. ആ ദുരാത്മാവിന്റെ പ്രേരണയാൽ പലപ്പോഴും ദാവീദിനെ കൊല്ലുവാൻ ശൗല് ശ്രമിച്ചു. താൻ മനോഹരമായി കിന്നരം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്റെ കയ്യിലുള്ള കുന്തം കൊണ്ട് ദാവീദിനെ ചെവരോട് ചേർത്ത് കുത്തേണ്ടതിന് പല പ്രാവശ്യം പോങ്ങിയതാണ്. അല്ലാതെ ദാവീദ് അവിടെ രക്ഷപ്പെട്ടു. അങ്ങനെ ഭയപ്പെട്ട് താൻ അവിടെ ഇറങ്ങി ഓടുമ്പോൾ സ്തോത്രം ദാവീദിന് മനസ്സിലായി ശൗല് എന്നെ കൊല്ലും, രാജാവ് എന്നെ കൊല്ലും. അങ്ങനെ ഒളിച്ചും പാത്ത് കഴിയുമ്പോൾ യോനാഥാനും ദാവീദും തമ്മിൽ പിന്നെയും ഒരു സന്ധി സംഭാഷണം, ഒരു അഭിമുഖ സംഭാഷണം ഉണ്ടാവുകയാണ്. യോനാഥാൻ പ്രാണനെ പോലെ ദാവീദിനെ സ്നേഹിച്ചു എന്നാണ്. യോനാഥാൻ പറഞ്ഞു, ദാവീദ് പറഞ്ഞു, യോനാഥാനെ നിന്റെ അപ്പൻ എന്നെ ഒരു പരീക്ഷയെ പോലെ ഒരു മൃഗത്തെ പോലെ എന്നെ കൊല്ലുവാൻ ശ്രമിക്കുന്നു. എന്താണ് കാരണം എനിക്ക് അറിഞ്ഞുകൂടാ. നീ എന്ന് ചോദിക്കണം, നിന്റെ അപ്പൻ എന്നോട് ദേഷ്യപ്പെട്ടു എന്ന് അന്വേഷിക്കണം. സ്തോത്ര യോനാഥാൻ ദാവീദിന് പറഞ്ഞു, ദാവീദ് നിശ്ചയമായും ഞാനത് ചെയ്യും, നിശ്ചയമായി ഞാനത് ചെയ്യും. നീ വയലിൽ ഒളിച്ചിരിക്കണം, നാളെ വിരുന്നുണ്ട്, അവിടെ നീ വരേണ്ട ആവശ്യം. നിന്നെ കാണാതിരിക്കുമ്പോൾ രാജാവ് ചോദിക്കും നീ എവിടെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞുകൊള്ളാം. അങ്ങനെ ആ പ്രശ്നം ഉണ്ടാകുമ്പോൾ യോനാഥാൻ ശൗലിനോട് പറയുകയാണ്, രാജാവേ യജമാനെ, ദാവീദ് ദാവീദിന് ഇത്ര വെറുക്കുവാൻ അവൻ എന്താണ് ചെയ്തത്? അവൻ നമുക്ക് നല്ലത് മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്ന് ചോദിക്കുമ്പോൾ യോനാഥാനോട് ഭയങ്കരമായ ദേഷ്യം ശൗലിനുണ്ടായി. തന്നെഴുതച്ചു വളരെ ദേഷ്യപ്പെടുമ്പോൾ യോനാഥാൻ വളരെ സങ്കടത്തോടെ ആ വിരുന്നിൽ നിന്ന് ഇറങ്ങിപ്പോകുവാനിടയായി. എന്നാൽ ഈ വിരുന്ന് സ്ഥലത്തെ വരുന്നതിന് മുമ്പ് ദാവീദ് പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാനൊരു ബാല്യക്കാരനോട് വരും, ഞാൻ വന്ന് അമ്പ ചെയ്യും. അതാ വില്ല് അമ്പ് അപ്പുറത്തെന്ന് പറഞ്ഞാൽ അത് നിനക്ക് നല്ലതല്ല. അമ്പ് ഇപ്പുറത്തെന്ന് പറഞ്ഞാൽ അത് നിനക്ക് കുഴപ്പമില്ല. ദാവീദ് രാജാവിന്റെ മനസ്സ് നിനക്ക് അനുകൂലമായി എന്ന് നീ വിശ്വസിക്കാം. അങ്ങനെ ഈ വിരുന്ന സർക്കാരിൽ നിന്ന് ഇറങ്ങിപ്പോയി. ബാല്യക്കാരന് പോയി ചെന്ന് ആ വയലിൽ നിന്ന് ഒരു അമ്പെടുത്ത് വീണു. എന്നിട്ട് ബാല്യക്കാരോട് ഉറച്ചു വിളിച്ചു പറഞ്ഞു, ബാല്യക്കാരാ, അമ്പ് അപ്പുറത്ത് വീണു, എടുത്തുകൊണ്ടുവാ. അപ്പൊ ദാവീദിന് മനസ്സിലായി രാജാവിന് എന്നോട് കോപം ചൊലിച്ചിരിക്കുകയാണ്. ഈ ബാല്യക്കാരൻ പോയി അമ്പെടുത്തുകൊണ്ട് വന്നു. ബാല്യക്കാരൻ പറഞ്ഞു പറ്റോ എന്ന് പറഞ്ഞ ബാല്യക്കാരനെ യോനാഥാൻ പറഞ്ഞു വിടുകയാണ്. ഒളിച്ചിരുന്ന ദാവീദ് മടങ്ങി വന്നു. മടങ്ങി വന്നിട്ട് സ്തോത്രം അവർ തമ്മിൽ പിന്നെ സംസാരിക്കുകയാണ്. 1 ശമൂവേൽ പുസ്തകം 20-ാം അധ്യായം 41-42 വാക്യം വായിക്കുമ്പോൾ 1 ശമൂവേൽ പുസ്തകം 20-ാം അധ്യായം 41-42 വാക്യങ്ങൾ. ബാല്യക്കാരൻ പോയ ഉടനെ ദാവീദ് തെക്ക് വശത്ത് നിന്ന് എഴുന്നേറ്റ് വന്ന് 3 വട്ടം സാഷ്ടാംഗം വീണ് യോനാഥാനെ നമസ്കരിച്ചു. അവർ തമ്മിൽ ചുംബനം ചെയ്തു, കരഞ്ഞു. ദാവീദോ ഉച്ചത്തിൽ കരഞ്ഞുപോയി. യോനാഥാൻ ദാവീദിനോട് യഹോവ എനിക്കും നിനക്കും എന്റെ സന്തതിക്കും മധ്യേ എനിക്കും സാക്ഷി എന്നിങ്ങനെ നാം ഇരുവരും യഹോവയുടെ നാമത്തിൽ സത്യം ചെയ്തിരിക്കുന്നുണ്ട്, സമാധാനത്തോടെ പോകാം എന്ന് പറഞ്ഞു. മതി. സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, യോനാഥാൻ ആരെന്നറിയാമോ? അടുത്ത ആ രാജ്യത്തിന്റെ അവകാശിയാണ്, രാജാവാകേണ്ട മനുഷ്യനാണ്.
ഈ ദാവീദ് ഇശായിയുടെ മകൻ ആ യുദ്ധം ഫെലിസ്തീനെ ഗോലിയത്തിനെ കൊന്നപ്പോൾ ദൈവം സ്തോത്രം ശൗല് പറഞ്ഞതനുസരിച്ച് അടുത്ത് ഈ രാജഭരണത്തിലേക്ക് വരേണ്ട മനുഷ്യനാണ് ഈ ദാവീദ്. സാധാരണ മനുഷ്യന്റെ സ്വഭാവം അനുസരിച്ച് എന്റെ അനുഗ്രഹം പറഞ്ഞ് തട്ടിയെടുത്ത് തോന്നിയാൽ എന്ത് വില കൊടുത്തും അവനെ ഒതുക്കുക എന്നുള്ളതാണ് എന്റെ ലക്ഷ്യം. സ്തോത്രം. എന്നാൽ യോനാഥാന്റെ അനുഗ്രഹത്തിന് ഇടയിൽ ദാവീദ് കയറി വന്നു. അടുത്ത രാജ്യത്തിന് അവകാശിയായി ദാവീദ് ഇരിക്കുമ്പോൾ യോനാഥിന്റെ ഹൃദയം നമ്മൾ നോക്കണം. സ്വന്തം പ്രാണനെ പോലെ ദാവീദിനെ സ്നേഹിച്ചു. വേണമെങ്കിൽ ദാവീദിനെ ചതിച്ചു കൊന്നിട്ട് അടുത്ത രാജാവായി ആ രാജ്യം ഭരിക്കാം. എന്നാൽ ദാവീദിന്റെ പ്രാണന് ഹാനിയാകുമെന്ന് കണ്ടപ്പോൾ യോനാഥ് വന്ന് സത്യം ദാവീദിനെ വെളിപ്പെടുത്തിയിട്ട് അവർ തമ്മിൽ കെട്ടിപ്പിടിച്ച് കരയുകയാണ്. വായിച്ച വാക്യം മറക്കരുത്. സ്നേഹിതന് എല്ലാ കാലത്തും സ്നേഹിക്കുന്നു, അനർത്ഥകാലത്ത് അവൻ സഹോദരനായിരിക്കുന്നു. സ്തോത്രം. കരമുയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ടു എന്ന് തോന്നിയാൽ, നഷ്ടപ്പെട്ടു പോകുമെന്ന് തോന്നിയാൽ, സ്തോത്രം, യോനാഥാന്റെ ഹൃദയം നമുക്കുണ്ടാകട്ടെ. സ്തോത്രം. അർഹതയില്ലാത്തവരെ സ്നേഹിപ്പാൻ, നഷ്ടപ്പെട്ടു പോയവരെ സ്നേഹിപ്പാൻ, സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ സ്നേഹിപ്പാൻ, എല്ലാവരെയും ഒറ്റപ്പെടുത്തിക്കളഞ്ഞവരെ സ്നേഹിപ്പാൻ, ഒരു യോഗ്യതയും ഇല്ലാത്തവരെ സ്നേഹിപ്പാൻ യോനാഥാന്റെ ഹൃദയം നമുക്കുണ്ടാകട്ടെ. അതിനെ കളുവരി നഷ്ടപ്പെട്ടു പോയത് തിരഞ്ഞെടുപ്പാൻ വന്ന, തിരഞ്ഞെടുപ്പാൻ വന്ന കർത്താവിന്റെ മനസ്സ് നമുക്കുണ്ടാകട്ടെ. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ലോക്ഡൌൺ കാലഘട്ടത്തിൽ എന്റെ ജീവിതത്തിൽ ഒരുപാട് അത്ഭുതങ്ങൾ ദൈവം ചെയ്യുവാനിടയായി. സ്തോത്രം. മണ്ണിക്കാൽ തീരാത്ത നന്മകൾ. ഈ ലോക്ഡൌൺ കാലത്ത് എന്റെ കയ്യിൽ പൈസ എല്ലാം ഓരോ ദിവസം തീരുമ്പോൾ, അടുത്തത് എങ്ങനെയെന്ന് ചിന്തിച്ചിരിക്കുമ്പോൾ കർത്താവ് പുതുവഴി എനിക്ക് വേണ്ടി തുറന്ന അനുഭവങ്ങൾ എനിക്ക് പറയാനായിട്ട്. ഒരു ദിവസം ഒരു സഹോദരനെ വിളിച്ചു, ബ്രദറെ നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ നിങ്ങൾ അയച്ചു തരണം. ഗൂഗിൾ പേയിൽ അയക്കാൻ നോക്കുമ്പോൾ എന്റെ അക്കൗണ്ടിലേക്ക് പൈസ വരുന്നില്ല. ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും ബ്രദർ, നിങ്ങൾ ഭാര്യയുടെ അക്കൗണ്ട് നമ്പർ ഇതാ. അങ്ങനെ ഭാര്യയുടെ അക്കൗണ്ട് നമ്പർ കൊടുത്തു. ഭാര്യയുടെ അക്കൗണ്ടിലേക്ക് 1000 രൂപ ട്രാൻസ്ഫർ ചെയ്തു. എന്റെ ഭാര്യ അക്കൗണ്ട് തുടങ്ങി. ATM കാർഡ് ഉപയോഗിച്ചിട്ടില്ല. ATM കാർഡ് ഉപയോഗിക്കണമെങ്കിൽ ആദ്യം അവരുടെ ആ ബാങ്കിന്റെ ATM തന്നെ ഉപയോഗിക്കണം. എങ്കിൽ മാത്രമേ ATM കാർഡിൽ ഉപയോഗിക്കാൻ പറ്റൂ. ഈ ലോക്ഡൌൺ കാലമായിട്ട് അതൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല. അങ്ങനെ ആദ്യമായി ഞാൻ ആ ATM കാർഡുമായി പോവുകയാണ്. അവിടെ ചെന്നു, ATMിലേക്ക്, ആ മെഷീനിലേക്ക് ATM കാർഡിട്ട് ആ ബാങ്കിലാക്കി ചെന്നു. ചെന്ന് അവർക്ക് പറഞ്ഞു, ഇങ്ങനെ ATM കാർഡ് ഇടുമ്പോൾ പിൻ എറർ കാണിക്കുന്നു എന്ന് പറഞ്ഞു. ഏകദേശം 2 മാസത്തോളം ഞങ്ങൾ ആ ATM ഉപയോഗിച്ചിട്ടില്ല. ആദ്യമായിട്ട് ഉപയോഗിക്കാൻ പോവുകയാണ്. അപ്പൊ അവർ പറഞ്ഞു, ഒരു കാര്യം ഫോൺ നിങ്ങളുടെ കയ്യിലുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോ അന്ന് രണ്ടുപേരും ഒരുമിച്ച് യാത്ര ചെയ്യാൻ പറ്റില്ല. പ്രത്യേകിച്ച് സ്ത്രീകളെ കൊണ്ടുപോകാൻ പറ്റില്ല. ഭയങ്കരമായ പരിശോധന. ഞങ്ങൾ താമസിക്കുന്നത് പോലീസ് ഭയങ്കരമായ പരിശോധന. ഞാൻ മാത്രമാണ് വളരെ അഡ്ജസ്റ്റ് ചെയ്ത് പാസ്ബുക്കൊക്കെ ആയിട്ട് അവരെ കാണിച്ചിട്ടാണ് കടന്നു പോകുന്നത്. അവർ എന്നോട് ചോദിച്ചു, നിങ്ങളുടെ ഭാര്യ വന്നിട്ടുണ്ടോ? ആ ബാങ്ക് ഈ അക്കൗണ്ട് ഹോൾഡർ ആണ്. ഞാൻ നിങ്ങളുടെ ഭാര്യയാണ്. അവർ കൂടെ ഉണ്ടോ? ഞാൻ പറഞ്ഞില്ല. ഫോണുണ്ടോ? ഞാൻ പറഞ്ഞു ഉണ്ട്. സത്യത്തിൽ ഞാൻ കള്ളം പറഞ്ഞതാണ്. കാരണം വീട്ടിൽ പോകാൻ മടിച്ചിട്ട് എന്താ, എന്റെ കയ്യിൽ ഫോണുണ്ട്. ഈ ഇതില് ഒരു OTP വരും. അത് ഉടനെ ഇതിലോട്ട് ആഡ് ചെയ്യുമ്പോൾ പുതിയ പിൻ നമ്പർ നമുക്ക് സെറ്റ് ചെയ്യാം. ഞാൻ ഈ ATM മെഷീനിൽ ഇതെല്ലാം സെറ്റ് ചെയ്തിട്ട് എന്റെ വൈഫിനെ വിളിക്കുന്ന അവള് ഫോൺ എടുക്കുന്നത് അല്പം താമസിച്ചു 2 പ്രാവശ്യവും ആ സമയം പരാജയപ്പെട്ടു. അങ്ങനെ പിന്നെ അത് ഉപയോഗിക്കാൻ പറ്റാതെ ഞാൻ അവിടുന്ന് നിരാശ വീട്ടിലേക്ക് വന്നു. എന്റെ കയ്യിൽ വേറെ പൈസയൊന്നുമില്ല. എങ്കിലും എന്റെ സന്തോഷം പ്രത്യാശയ്ക്ക് ഒരു കുറവുമില്ല. അങ്ങനെ ഇരിക്കുമ്പോ ഒരു ദിവസം എന്റെ ഫോൺ ചാർജ് ചെയ്ത ഫോൺ വീട്ടിൽ കറണ്ടിൽ ചാർജ് കുത്തി വെച്ചിട്ട് അല്പം അരി പൊടിക്കാൻ മില്ലിലേക്ക് കൊണ്ടുപോകും. മില്ലിലേക്ക് കൊണ്ടുപോകും. കുറച്ച് നേരം കഴിഞ്ഞപ്പോ 5 മണി കഴിഞ്ഞാൽ മില്ലിന്റെ ഫ്രണ്ട് എല്ലാം അടച്ചു, ഷട്ടറിലിട്ടു. ബാക്കിൽ നിന്ന് ഞങ്ങൾ പോയി ആ സാധനം എടുക്കാൻ വേണ്ടി പോയപ്പോ എന്നെ തേടി സഹോദരൻ കണ്ടിരിക്കുന്നു. അങ്ങോട്ട് വന്നു. നേരത്തെ പരിചയമുണ്ട്, എങ്കിലും എന്നും കാണുന്ന ഒരു സഹോദരനല്ല, പരിചയമുണ്ട്. നേരത്തെ ഇടയ്ക്കിടയ്ക്ക് ഫോൺ വിളിക്കാറുണ്ട്. അദ്ദേഹം എന്റെ അടുത്ത് വന്നത്, ബ്രദറെ നിങ്ങൾ ഫോൺ എടുത്തില്ലല്ലേ? ഞാൻ ഫോൺ എടുത്തില്ല ബ്രദറെ, ഒന്ന് ഇങ്ങോട്ട് വരാൻ ചോദിച്ചു. പുറത്തേക്ക് എന്നെ കൊണ്ടുപോയി. എന്റെ കയ്യിൽ ഒരു 500 രൂപ വെച്ചുണ്ട്. ഞാനിത് വാങ്ങി പോക്കറ്റിൽ വെച്ചിട്ട് ഞാൻ ബ്രദറെ ഞാൻ വിളിക്കാം. മെല്ലിലായതുകൊണ്ട് ആരെങ്കിലും പോലെ ഏൽപ്പിച്ചാൽ ഞാൻ ഉടനെ ആ കയ്യിൽ വെച്ച് പ്രാർത്ഥിക്കാറുണ്ട്. അപ്പൊ അവിടെ പ്രാർത്ഥിക്കുന്ന സാഹചര്യം നമ്മൾ പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞു. ഞാൻ വീട്ടിൽ പോയി ആ തന്ന തുകത്തിൽ നോക്കുമ്പോൾ 504 നോട്ട് എന്റെ കയ്യിൽ. ഞാൻ ആ 1000 രൂപ എനിക്ക് എടുക്കാൻ പറ്റാത്ത വേദനയിൽ
സ്തോത്രം, ഞാൻ വീട്ടിലേക്ക് വന്നു നിരാശയോടെ ഇരിക്കുമ്പോൾ കർത്താവിന് 2000 രൂപ തരുവാനാണ്. ഞാൻ രാത്രി ആ സ്വപ്നനെ വിളിച്ച് ഞാൻ നന്ദി പറഞ്ഞു. അങ്ങനെ ഇരുന്നു കുറച്ച് ദിവസം അങ്ങോട്ട് പോകുമ്പോൾ എന്റെ കയ്യിൽ പൈസ വിലയും തീർന്നു. ഏകദേശം 20 വർഷത്തിന് മുമ്പ് പരിചയപ്പെട്ട ഒരു സ്നേഹബന്ധം അത് ഇന്നുമുണ്ട് ഞങ്ങൾ തമ്മിൽ. ഒരു ദൈവദാസനാണ്. എനിക്ക് തോന്നുന്നു 1 വർഷത്തിലധികം ഞങ്ങൾ തമ്മിൽ ഫോൺ ചെയ്തിട്ട് ഒരു ദിവസം അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അലക്സിപ്പോ എവിടെയുണ്ട്? ഞാൻ വീട്ടിലുണ്ട്, എനിക്കൊന്ന് അലക്സിനെ കാണണം. 2-3 ദിവസം കൊണ്ട് അലക്സിനെ കാണുന്ന ഒരു ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ അതിനകത്ത് എനിക്കൊരു കല്യാണത്തിന് പങ്കെടുക്കുക. അത് കഴിഞ്ഞ് ആ കല്യാണം കഴിഞ്ഞ് ഞാൻ ആ വീട്ടിലേക്ക് ചെന്നു. ഞങ്ങൾ ഇങ്ങനെ കാര്യങ്ങൾ സംസാരിച്ച് ഇറങ്ങുമ്പോൾ അദ്ദേഹത്തിന്റെ പോക്കറ്റിലേക്ക് കുറച്ച് പൈസ ഇട്ടു. ഇട്ടെന്ന് പറഞ്ഞത് അലക്ഷൻ തന്നത് എന്റെ ഉള്ളിൽ തോന്നി, ഞാൻ തന്നതാണെന്ന് പറഞ്ഞു. ഞാൻ ആ വീട്ടിൽ വെച്ച് സ്തോത്രം പറഞ്ഞ് പ്രാർത്ഥിച്ചു. ഞാൻ അവിടെ ഇറങ്ങി വീട്ടിലേക്ക് വന്നു. ഞാൻ നോക്കുമ്പോൾ അതും ഒരു 2000 രൂപയായിരുന്നു. ഞാൻ പറഞ്ഞു വന്നതിന്റെ സാരം, സ്നേഹിതൻ എല്ലാ കാലത്തും സ്നേഹിക്കും. അനർത്ഥകാലത്ത് അവൻ സഹോദരനാക്കി. സ്തോത്രം. നമ്മുടെ മുമ്പിലേക്കുള്ള ജീവിതയാത്രയിൽ ഇതുപോലെ അനേകരെ സഹായിക്കാനുള്ള അവസരങ്ങൾ കർത്താവ് നൽകിയിട്ട് വേദോസിലേക്ക് നന്മ ചെയ്യാൻ അറിഞ്ഞിട്ടും അത് ചെയ്യാത്തവൻ പാപം തന്നെ. നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നിട്ടല്ല, ഇല്ലായ്മയിൽ നിന്ന് സഹായിച്ചാൽ ദൈവം നമുക്ക്. ഇന്ന് ഈ മെസ്സേജ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന മെസ്സേജ് പറയുന്ന തൊട്ട് മുമ്പ് ഒരു കോൺഫിഡന്റ് ഫോണിലേക്ക് വന്നു. എന്നെ വിളിച്ചൊരു സഹോദരൻ പറഞ്ഞു, വേറെ ഇപ്പൊ നിങ്ങളെ കാണാനില്ലല്ലോ എന്നു പറഞ്ഞ് അദ്ദേഹം സംസാരിച്ചു. ഏത് മനുഷ്യനാണോ എന്റെ ഫോണിലേക്ക് എന്റെ അക്കൗണ്ടിലേക്ക് പൈസ വരുന്നില്ല, എന്റെ ഭാര്യയുടെ അക്കൗണ്ടിലേക്ക് പൈസ കൊടുത്തു പറഞ്ഞത്, ആ മനുഷ്യനെ നേരത്തെ വിളിച്ചത്. എന്നെ വിളിച്ചിട്ട് പറയാൻ, വേറെ നിങ്ങളുടെ വൈഫിന്റെ അക്കൗണ്ടിലേക്ക് 1000 രൂപ ഇട്ടു. ഞാൻ പറഞ്ഞു വന്നത്, ദൈവം എത്ര വിശ്വസ്തൻ, കർത്താവ് എത്ര വിശ്വസ്തൻ. അവിശ്വസ്തനായാലും നമ്മുടെ ദൈവം വിശ്വസ്തനായിരിക്കും. സ്നേഹിതൻ എല്ലാ കാലത്തും സ്നേഹിക്കുന്നു. അനർത്ഥകാലത്ത് അവൻ സഹോദരനാക്കിയിരുന്നു. ഗതസമയ തോട്ടത്തിൽ 3.5 വർഷക്കാലം യേശുവിന്റെ കൂടെ നടന്ന എന്റെ പ്രിയപ്പെട്ട 3 ശിഷ്യരുണ്ട്. ഞാൻ പ്ലസ്റ്റുമാക്കാൻ വേണ്ടി ഗതസമലയിലെ ഗബതയിലെ ആ കഷ്ടത ഏറ്റെടുക്കാൻ പോകുന്ന തൊട്ട് മുമ്പായി ഗതസമയ തോട്ടത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ഒരു 3 പേരോട് പറഞ്ഞു, അല്പസമയങ്ങളിൽ പ്രാർത്ഥിക്കണം. കർത്താവ് പോയി പ്രാണവേദന പ്രാർത്ഥിച്ച് മടങ്ങി വരുമ്പോൾ കാണുന്നത് ഈ 3 പേര് സുഖമായി ഉറങ്ങുകയാണ്. കർത്താവ് പ്രാണവേദന സങ്കടത്തോടെ ചോദിച്ചു, അല്പനേരം നിങ്ങൾക്ക് എനിക്ക് വേണ്ടി ഉണർന്നിരിക്കാൻ കഴിയുന്നില്ലയോ? എന്നിട്ട് കർത്താവ് പിന്നെയും പോയി കണ്ണുകളോട് ദൈവത്തോട് പ്രാർത്ഥിക്കാനുണ്ട്. ഇതാവെ കഴിയുമെങ്കിൽ ഈ പാലം മാത്രം നീക്കണമെങ്കിൽ പറഞ്ഞ് കർത്താവ് പ്രാർത്ഥിച്ചു. മടങ്ങി വരുമ്പോൾ പിന്നെ അവർ ഉറങ്ങുന്നത്. സ്തോത്രം. സ്നേഹിതൻ എല്ലാ കാലത്തും സ്നേഹിക്കും. അനർത്ഥകാലത്ത് അവൻ സഹോദരനായി. ഇന്ന് പകൽക്കാലം ആരൊക്കെയോ പറയുന്നുണ്ട്, ഒരുപാട് സ്നേഹിതന്മാരുണ്ടായിരുന്നു, ഞാൻ ഒരുപാട് പേരെ സ്നേഹിച്ചിരുന്നു, ഞാൻ അനന്തകാലത്ത് അവരെല്ലാം എന്നെ കൈവിട്ടു. എന്റെ പകൽക്കാലം ഞാൻ പറയട്ടെ, സ്തോത്രം, ആരെല്ലാം കൈവിട്ടാലും കൈവിടാത്തൊരു നല്ല സ്നേഹിതനെ പരിചയപ്പെടുത്താൻ അവന്റെ പേരത്തെ യേശു. ആ കർത്താവിന് ഒറ്റപ്പെടൽ അനുഭവം അറിയാം, വേദന അറിയാം. സ്തോത്രം. ഹല്ലേലൂയ. നമ്മളെല്ലാം പാടുന്ന പാട്ടുണ്ട്, യേശുവീരൻ തോഴനെ കണ്ടേ എനിക്കെല്ലാം ആയവർ, ആയിരങ്ങളിൽ ഏറ്റവും സുന്ദരനെ, തുன்பം ദുഃഖങ്ങളതിൽ ആശ്വാസം നൽകുന്നോ, എൻ ഭാരമെല്ലാം ചുമക്കാമെന്നേറ്റവൻ, ശാരോനിൻ പനീർ പുഷ്പം അവനെ ഞാൻ കണ്ടെത്തിയേ, 10,000ങ്ങളിൽ ഏറ്റവും സുന്ദരനെ. യോഹന്നാൻ സുവിശേഷം 15 ഇതിലേക്ക് വരുമ്പോൾ നമുക്കൊരു കാര്യം കൂടെ ചേർന്ന് പ്രാർത്ഥിക്കാം. യോഹന്നാൻ സുവിശേഷം 15 അധ്യായം 11 വാക്യം വായിക്കാം. മറിയയുടെയും അവളുടെ സഹോദരൻ മാർത്തയുടെയും ഗ്രാമമായ ബെഥനിലെ ലാസർ എന്ന ഒരുവൻ ദീനമായി കിടന്നു. ഈ മറിയായിരുന്നു കർത്താവിനെ കരിമണത്തൈലം പൂശി തന്റെ തലമുടി കൊണ്ട് അവന്റെ കാൽ തുളച്ചത്. അവളുടെ സഹോദരനായ ലാസർ ആയിരുന്നു.
അവളുടെ സഹോദരൻ ലാസറായിരുന്നു ദീനമായി കിടന്നത്. ആ സഹോദരിമാർ അവന്റെ അടുക്കൽ ആളയച്ചു, കർത്താവേ, നിനക്ക് പ്രിയനായവൻ നിന്റെ പ്രിയനായവൻ, നിനക്ക് പ്രിയനായവൻ, നിന്റെ സ്നേഹിതൻ ധീരമായി കിടക്കുന്നു. യേശു അത് കേട്ടിട്ട് ഈ ദീനം മരണത്തിനായിട്ടല്ല, ദൈവപുത്രൻ മഹത്വപ്പെടുന്നത് ദൈവത്തിന്റെ മഹത്വത്തിനായിട്ടത്രേ എന്ന് പറഞ്ഞു. ആമേൻ. ഈ സ്നേഹിതനായ ലാസർ ധീരമായി കിടക്കുകയാണ്. കർത്താവ് പറയുകയാണ്, ഈ വാർത്ത കേട്ടപ്പോൾ കർത്താവ് പറയുകയാണ്, ഈ ധീരനും അവന്റെ സ്തോത്രം, അവന്റെ നാശത്തിന് മരണത്തിന് അവസാനമില്ല, ദൈവനാമം മഹത്വപ്പെടേണ്ടതിന് എന്ന് പറഞ്ഞ് സ്തോത്രം. അത് 33-ാമത്തെ വാക്യത്തിൽ നമ്മൾ വരുമ്പോൾ കർത്താവ് ഈ മാർത്തയുടെ മറിയുടെ ഗ്രാമത്തിലേക്ക് വരികയാണ്. അപ്പൊ അതിനിടയ്ക്ക് സ്തോത്രം യേശുവിന്റെ ചെവിയിലേക്ക് വാർത്ത എത്തി, ലാസർ മരിച്ചു. വരിക, അപ്പോ ശിഷ്യന്മാർ അവൻ മരിച്ചിട്ട് ഉറങ്ങുകയാണ്. അപ്പൊ അവരുടെ അടുക്കിലേക്ക് പോകാം. ശിഷ്യന്മാർ പറയുകയാണ്, വാ, നമുക്ക് മരിക്കാൻ വേണ്ടി പോകാം. കാരണം ഈ മരിച്ചിട്ട് ഉറങ്ങുകയാണ്, ഉണർത്താൻ പോകാന്ന് കർത്താവ് പറഞ്ഞപ്പോ കൂടെ നടന്ന് വീര്യപ്രവൃത്തി കണ്ട ശിഷ്യന്മാർ പറയും, വാ, നമുക്ക് അവരോട് മരിക്കാൻ പോകാം. എന്ന് വെച്ചാൽ അവിടെ ചെന്ന് കർത്താവ് വല്ലതും കാണും, എല്ലാം അബദ്ധമാവും, അവരെല്ലാവരും കൂടെ നാട്ടിലെല്ലാം കൂടെ തല്ലിക്കൊല്ലും. ഇത് പറഞ്ഞാലാണ് ശിഷ്യന്മാർ കൂടെ പോകുന്നത്. അതിന് 33-ാമത്തെ വാക്യം എന്ന് വായിക്കാം. അവൾ കരയുന്നതും മറിയ കരയുന്നതും അവളോട് കൂടെ വന്ന യഹൂദന്മാർ കരയുന്നതും യേശു കണ്ടിട്ട് ഉള്ളം നൊന്ത് കലങ്ങി. അവനെ വച്ചത് എവിടെയും ചോദിച്ചു. മതി. അവൾ കരയുന്നതും അവളോട് കൂടെ വന്ന യഹൂദന്മാർ കരയുന്നതും കണ്ടിട്ട് അവന്റെ ഉള്ളം നൊന്ത് കലങ്ങി. സ്തോത്രം. നമ്മുടെ പ്രാണപ്രിയൻ, നമ്മുടെ കർത്താവ് വേദനകൾ അറിയാത്തവനല്ല, നമ്മുടെ ഹൃദയത്തകർച്ച അറിയാത്തവനല്ല, നമ്മുടെ വേർപാടും ദുഃഖങ്ങൾ അറിയാത്തവനല്ല. സ്തോത്രം. അവൻ നമ്മെ നന്നായി അറിയുന്നവൻ. നമ്മുടെ ഹൃദയത്തിലേക്ക് മുറിവിന്റെ ആഴം എത്രയും നന്നായിട്ട് അറിയാവുന്ന കർത്താവ്. വചനം വായിക്കുന്നവന്റെ ഹൃദയം നൊന്ന് കലങ്ങി. വായിക്കുന്നു. അവരെ വെച്ചത് എവിടെയെന്ന് ചോദിച്ചു. കർത്താവെ, വന്ന് കാണുക എന്ന് അവർ അവരോട് പറഞ്ഞു. യേശു കണ്ണുനീർ വാർത്തു. സ്തോത്രം. പിന്നെ അവൻ നടന്ന സംബന്ധം നമുക്കറിയാം. യേശു വന്ന് പറയുന്ന വാക്കിതാണ്, നിനക്ക് പ്രിയനായവൻ, നിന്റെ സ്നേഹിതൻ ധീരമായി കിടക്കുകയാണ്. 33-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഒരു സ്നേഹിതന്റെ ഭാവമല്ല അവിടെ കാണുന്നത്. ആ ഭവനത്തിൽ ഒരു സഹോദരന്റെ ഭാവമാണ് യേശു നമുക്ക് കാണുവാൻ കഴിയുന്നത്. സ്തോത്രം. സ്തോത്രം. ഒരു സഹോദരൻ നഷ്ടപ്പെട്ടു പോയ വേദന കർത്താവ് ഏറ്റെടുത്ത് തന്റെ ഉള്ളം നൊന്ത് കലങ്ങി താനും കരഞ്ഞു. അനർത്ഥകാലത്ത് സ്നേഹിതൻ സഹോദരനായിത്തീർന്നു. മറിയോട് മാത്രം പറഞ്ഞാൽ അവൻ ലാസർ മരിച്ചിട്ടില്ല. വിശ്വസിക്കുക, നാളെ ദൈവത്തിന്റെ മഹത്വം കാണും എന്ന് പറഞ്ഞാൽ മരിച്ചുപോയ ലാസറിനെ മരിച്ച് 4 ദിവസമായി നാറ്റം വെച്ച് തുടങ്ങിയ ആ സ്തോത്രം അസ്ഥിക്കും ഭാരത്തെ ജീവനുള്ള ലഭ്യമാക്കി ആ സഹോദരിമാർക്ക് യേശു നൽകുവാനിടയാണ്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമുക്ക് ചുറ്റും ഇതുപോലെ നഷ്ടത്തിൽ കഴിയുന്നവരുണ്ട്, വേദനയിൽ കഴിയുന്നവരുണ്ട്, എല്ലാ വഴിയും അത് അടയ്ക്കപ്പെട്ടതിൽ കഴിയുന്നവരുണ്ട്. അടുക്കിലേക്കൊന്ന് പോകുവാൻ നിനക്ക് മനസ്സുണ്ടോ? അവിടെ കണ്ണുകൾ തുടയ്ക്കാൻ നിനക്ക് മനസ്സുണ്ടോ? ഒരാശ്വാസ വാക്ക് പറയാൻ നിനക്ക് മനസ്സുണ്ടോ? ഒരു പക്ഷേ ചിന്തിക്കും, എനിക്കത് കഴിവില്ല, എനിക്ക് വാക്സാമർത്ഥ്യമില്ല, ഞാൻ എന്തുപോലും പറയാം. ഇതൊന്നും ചിന്തിച്ച് നീ മനം കലങ്ങണ്ട. ദൈവവേദന നീ പോയി ഒരു പാട്ടിന്റെ ഒരു ഈരടി പാടി നോക്ക്. അതിലൂടെ ദൈവസാന്നിധ്യം വ്യാപനം. സ്തോത്രം. സ്തോത്രം. എന്റെ മക്കളോടുകൂടെ ജോലി ചെയ്ത ഒരു പോലീസുകാരനുണ്ട്. ഭയങ്കര മദ്യപാനിയായിരുന്നു. ക്രിസ്ത്യാനിയാണ്, ഭയങ്കര മദ്യപാനിയായിരുന്നു. അദ്ദേഹം മരണപ്പെട്ടു. അവർ കത്തോലിക്കനാണ്. ആ ഒരു വീട്ടിലേക്ക് ഞാൻ ചെല്ലുമ്പോ ഞാനൊരു പപ്പയുമായിട്ട് ചെന്നു. കുറച്ച് ബന്ധുക്കൾ മാത്രമേ ഉള്ളൂ അവരുടെ വീട്ടില്. ഭയങ്കര മദ്യപാനിയൊക്കെ ആയതുകൊണ്ട് എല്ലാവർക്കും ഭയങ്കര പിണക്കമായി, ഭയങ്കര പ്രശ്നം ഉണ്ടാകുന്നത് വെച്ച് ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഒരു മരണ വീട്, എല്ലാവരും കരഞ്ഞ് നിരാശപ്പെട്ടിരിക്കുകയാണ്. കുടുംബത്തിന് എത്താൻ ഇഷ്ടപ്പെടും. സാധാരണ ഇങ്ങനെ സ്ഥലത്തൊക്കെ ഇനി പരിചരണ സ്ഥലത്തൊക്കെ പോയി ഞാൻ പ്രാർത്ഥിക്കും മടിയാണെങ്കിലും ഒരു കൂട്ടത്തിലാണ്. എന്നാൽ ദൈവത്തിന്റെ പരിശോധന വല്ലാതെ നിർബന്ധിച്ചു ഈ ഒരു പാട്ട് പാടി പ്രാർത്ഥിക്കാൻ. ഞാൻ 2 പ്രാവശ്യം പോകാം എന്ന് പറഞ്ഞ് പപ്പയെ പിടിച്ച് എഴുന്നേൽപ്പിച്ചു. എന്റെ ദൈവത്തിന് അങ്ങനെ വിടുന്നതേ ഇല്ല. ഞാൻ ആ വീട്ടിലേക്ക് എന്നിട്ട് പറഞ്ഞു, നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഞാൻ ഒരു പാട്ട് പാടി. സ്തോത്രം. ആ പാട്ട് ഹല്ലേലൂയ. ആ പാട്ട് ഇങ്ങനെയാണ്, പാട്ട് വരി ഇങ്ങനെയാണ്. ഇന്നയോളം എന്നെ നടത്തി
എന്നയോളം എന്നെ പുലർത്തി എന്റെ യേശു എത്ര നല്ലത്. ഹല്ലേലൂയ. ഇന്നയോളം എന്നെ നടത്തി, ഇന്നയോളം എന്നെ പുലർത്തി എന്റെ യേശു എത്ര നല്ലവൻ, അവനെന്നുമെന്നും മതിയായവൻ. പ്രാർത്ഥിക്കാൻ കണ്ണടയ്ക്കാൻ പറഞ്ഞാല് ഒരു പാട്ട് വരി പാടാൻ വേണ്ടി ഇങ്ങനെ ഏത് പാട്ട് പാടണം ചിന്തിച്ചു പരിശോധന ഈ വരി പാടാൻ പറഞ്ഞു. ഈ വരി പാടി പ്രാർത്ഥിച്ചു. ചില ദിവസം കഴിഞ്ഞപ്പോൾ ഈ ആന്റി, ആ മനുഷ്യ പോലീസുകാരന്റെ ഭാര്യ ആന്റി എന്റെ അമ്മയെ വിളിച്ചിട്ട് പറഞ്ഞു, സ്തോത്രം, എന്റെ വീട്ടില് എന്നെ ഏറ്റവും അടുത്ത് അറിയുന്നവർ മാത്രം വിളിക്കുന്ന ഒരു പേരുണ്ട്, ഷാജിനാണ്. എന്റെ അമ്മയെ വിളിച്ചിട്ട് പറഞ്ഞു, ഷാജി ദൈവം എത്ര അനുഗ്രഹിച്ചില്ലേ, അവൻ വന്ന് ആ പാട്ടിന്റെ വരിയൊന്ന് പാടിയപ്പോ ഞങ്ങളെല്ലാം ഉള്ളത്തിലുള്ള വലിയൊരു ഭാരം മാറി, വലിയൊരു സമാധാനത്തിലേക്ക് കടന്നു വരാൻ ഇടയായി. ദൈവവൈതനെ, നിന്റെ അഭിഷേകമെന്ന് നീ തിരിച്ചറിയണം, നിന്നെ ദൈവം വിളിച്ചെന്ന് തിരിച്ചറിയണം. സ്തോത്രം, നീ കൂട്ടടയ്ക്കുമ്പോൾ കിളിയെ പോലെ ഇരിക്കരുത്. സ്തോത്രം, ഈ ദിവസം പുറത്തിറങ്ങുക, ദൈവത്തിന് നമ്മൾ വലിയ കാര്യം ചെയ്യാനുണ്ട്. ദാസനെ പുറത്തുപോയ എന്ന് പറഞ്ഞ് ആ സഹോദരന്മാരുടെ അത്താഴം നഷ്ടപ്പെട്ടു പോയി, ആശ്രയമായി നഷ്ടപ്പെട്ടു പോയെടുത്ത് ആ ശ്രദ്ധയെ മടക്കി നൽകി ആ കുടുംബത്തിൽ ഒരു സഹോദരനായി തീർന്ന നല്ലൊരു സ്നേഹിതനുണ്ട്. അവന്റെ പേര് യേശു. സ്തോത്രം. 1 യോഹന്ന ലേഖനം 2-ാം അധ്യായം 9, 10, 11 വാക്യങ്ങൾ വായിച്ച് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. 1 യോഹന്ന ലേഖനം 2-ാം അധ്യായം 9, 10, 11 വാക്യങ്ങൾ. വെളിച്ചത്തിലിരിക്കുന്നു എന്ന് പറയുകയും സഹോദരനെ പകയ്ക്കുകയും ചെയ്യുന്നവൻ ഇന്നയോളം ഇരുട്ടിലിരിക്കുന്നു. സഹോദരനെ സ്നേഹിക്കുന്നവൻ വെളിച്ചത്തിൽ വസിക്കുന്നു. ഇടർച്ചയ്ക്ക് അവന് കാരണമില്ല. സഹോദരനെ പകയ്ക്കുന്നവനോ ഇരുട്ടിലിരിക്കുന്നു, ഇരുട്ടിൽ നടക്കുകയും ചെയ്യുന്നു. ഇരുട്ട് അവന്റെ കണ്ണ് കുരുടാക്കുക. എവിടേക്ക് പോകുന്നു എന്ന് അവൻ അറിയുന്നില്ല. കുഞ്ഞുങ്ങളെ, മതി പറയാം. ആ വാക്യം ഒന്നുകൂടെ വായിക്കാം. സഹോദരനെ പകയ്ക്കുന്നവനോ ഇരുട്ടിലിരിക്കുന്നു. മതി. സഹോദരനെ പകയ്ക്കുന്നവൻ ഇരുട്ടിലിരിക്കുന്നു. സഹോദരനെ സ്നേഹിക്കുന്നവൻ ദൈവത്തിന്റെ വചനത്തിലിരിക്കുന്നു, അഥവാ വെളിച്ചത്തിലിരിക്കുന്നു. സ്തോത്രം. സഹോദരനെ സ്നേഹിക്കുന്നു എന്ന് മാത്രം പറയാതെ, നീ സ്നേഹിക്കുന്ന സഹോദരന്റെ, നിന്റെ കൂട്ടുകാരന്റെ ജീവിതത്തിൽ ഒരനർത്ഥം വരുമ്പോൾ നീ അവന് കൂട്ടുകാരനല്ല, നീ അവന് സഹോദരനായി തീരണം. സഹോദരനായി തീരണം. കർത്താവ് ഒരിക്കൽ പറഞ്ഞ ഒരു വാക്യം ഇങ്ങനെയാണ്. സ്തോത്രം. ഹല്ലേലൂയ. യോഹന്നാൻ സുവിശേഷം 15-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിൽ കർത്താവ് ഇങ്ങനെ പറഞ്ഞു. യോഹന്നാൻ സുവിശേഷം 15-ാം അധ്യായം 15-ാമത്തെ വാക്യം. യജമാനൻ ചെയ്യുന്നത് ദാസൻ അറിയായുണ്ട്. ഞാൻ നിങ്ങളെ ദാസന്മാരെന്ന് ഇനി പറയുകയില്ല. ഞാൻ നിങ്ങൾ എന്റെ പിതാവിനെ കേട്ടത് എല്ലാം അറിയിച്ചതുകൊണ്ട് എന്റെ സ്തോത്രം, നിങ്ങൾ ദാസന്മാരല്ല, നിങ്ങൾ എന്റെ സ്നേഹിതന്മാരാണ്. കർത്താവ് നമ്മളെ സ്നേഹിച്ചതുപോലെ നമുക്ക് തമ്മിൽ സ്നേഹിക്കാം. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. എങ്ങനെ ഒരു സ്നേഹിക്കണം? സ്തോത്രം. എങ്ങനെ സ്നേഹിക്കണം? അതാണ് അടുത്ത ചോദ്യം. മറക്കരുത്. നല്ല ശമരിയക്കാരന്റെ ഉപമ മറക്കരുത്. യോഗ്യത ഉള്ളവരെല്ലാം നീ ആ കർത്താവ് നീ ആർക്കും കടം കൊടുത്താൽ തിരിച്ചു തരും എന്ന് ഉറപ്പുള്ളവരല്ല നീ കൊടുക്കേണ്ടത്. സ്തോത്രം. അങ്ങനെ കൊടുത്താൽ ലോകമനുഷ്യൻ തന്നെയാണ് ചെയ്യുന്നത്. നീ ചെയ്യേണ്ടത് പാവപ്പെട്ടവർക്ക്, കാരണം തിരിച്ചറിയാൻ വകയില്ലാത്തവർക്ക് നീ കൊടുക്കുക. ദൈവം നിനക്ക് അമർത്തി കുലുക്കി വലിയൊരളവ് കരുവാനിടയായി. വായിച്ച വാക്യം മറക്കരുത്. സ്നേഹിതൻ എല്ലാ കാലത്തും സ്നേഹിക്കുന്നു. അനന്തകാലത്ത് സ്നേഹിതൻ സഹോദരനായിരിക്കും. ഒരു ചോദ്യം നിർത്തുകയാണ്. ഇതുവരെ ജീവിതത്തിൽ സ്നേഹിതൻ മാത്രമായിരുന്നു നിങ്ങൾ മറ്റുള്ളവർക്ക്, അതോ നിങ്ങൾ സഹോദരനായി തീർന്നിട്ടുണ്ടോ? അവരുടെ അനന്തകാലത്ത് അവിശ്വാസത്തിൽ നിന്ന് അല്പപ്രകയിലേക്ക് വരുമ്പോൾ അവിടെ നടപ്പിൽ എന്തെങ്കിലും വീഴ്ചയുണ്ടായിട്ട് എന്തെങ്കിലും പ്രതിസന്ധി അവരുടെ ജീവിതത്തിൽ വരുമ്പോൾ എതിൽ എണ്ണ ഒഴിക്കുന്നത് പോലെ അവർ കുറ്റപ്പെടുത്തിയാണ് നീ ജീവിക്കുന്നത്. അതല്ല, സാരമില്ല സഹോദരൻ, സാരമില്ല സഹോദരി, സാരമില്ല. ദൈവം എല്ലാത്തിനും വഴി ഒരുക്കുമെന്ന് പറഞ്ഞ് നീ അവർക്കൊരു സഹോദരനായി തീർന്നിരിക്കുന്നു. ഒരാവശ്യത്തിന് വേണ്ടി വിളിക്കുമ്പോൾ നിന്റെ തിരക്ക് പറഞ്ഞ് മാറി നിൽക്കാനായിട്ടല്ല, സഹോദരനെ പോലെ സ്നേഹിക്കാൻ നിനക്ക് മനസ്സുണ്ടോ? ഉണ്ടെങ്കിൽ കർത്താവ് നിനക്ക് സാധിച്ചു.
നമ്മൾ അടയ്ക്കാം. ഒരു തീരുമാനം തൽക്കാലം എടുക്കാം. കർത്താവേ, ഞാൻ സ്നേഹിക്കുന്നത് മാത്രമല്ല, ഞാൻ ആരെയൊക്കെ സ്നേഹിക്കുന്നുണ്ടോ, ഞാൻ പറയുന്നത് ഈ ലോകപ്രകാരമുള്ള സ്നേഹത്തെക്കുറിച്ചല്ല, കാര്യസാധ്യതയിലുള്ള സ്നേഹത്തെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്, ജഡപ്രകാരമുള്ള സ്നേഹത്തെക്കുറിച്ചല്ല പറയുന്നത്. അതെല്ലാം അസ്തമിക്കുന്നതാണ്. അതിനപ്പുറത്തൊരു സ്നേഹമുണ്ട്. എന്റെ കർത്താവ് നമ്മളെ സ്നേഹിച്ച സ്നേഹമാണ്. നമ്മൾ അയോഗ്യതയുള്ളവരായിരുന്നപ്പോൾ തന്നെ അവൻ നമ്മെ സ്നേഹിച്ചു. ദൈവത്തിന് വിരോധമായി നമ്മൾ ജീവിച്ചപ്പോൾ തന്നെ ആ ദൈവം നമ്മളെ സ്നേഹിച്ചു. പുറംപറമ്പിലെറിയപ്പെട്ട പാത്രങ്ങളായിരുന്നപ്പോൾ തന്നെ അവൻ നമ്മെ വന്ന് കണ്ടെടുത്തു. സ്തോത്രം. അതുപോലെ നമുക്ക് സ്നേഹിപ്പാൻ മനസ്സുണ്ടോ? ചില പുറംപറമ്പിലെറിയപ്പെട്ടതിനെ സ്നേഹിപ്പാൻ, സമൂഹം തള്ളിയതിനെ സ്നേഹിപ്പാൻ, വീട്ടിലടയ്ക്കവിടെ അടുക്കിലേക്ക് ഒരു സഹോദരനെ പോലെ പോകുവാൻ, സ്നേഹിതനെ പോലെയല്ല, സഹോദരനെ പോലെ പോയിരുന്നു. അവരുടെ വേദന ഏറ്റെടുത്ത് തകർന്ന് മുഴങ്കാലുകൾ ബലപ്പെടുത്തി ദരിദ്രരോട് സുവിശേഷം അറിയിപ്പാൻ നമുക്ക് മനസ്സ് വയ്ക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. വേറെ ആരും ഉള്ളത്തിൽ ഭാരം താങ്ങുവാൻ, വേറെ ആരും ഉള്ളത്തിൽ ഭാരം താങ്ങുവാൻ, അന്ത്യം വരെയും വഴി നടത്തും എന്നും സ്നേഹത്താൽ ദീപ്തമാക്കും, അന്ത്യം വരെയും വഴി നടത്തും എന്നും സ്നേഹത്താൽ ദീപ്തമാക്കും. കാണും ഞാൻ എൻ പ്രിയനേ തേജസ്സിൻ പ്രഭയിൽ, കാണും ഞാൻ എൻ പ്രിയനേ തേജസ്സിൻ പ്രഭയിൽ, ഓടിച്ചെന്നു ഞാൻ മുത്തം ചെയ്തിടും എന്റെ ദുഃഖങ്ങൾ അന്നു തീർന്നിടും, ഓടിച്ചെന്നു ഞാൻ മുത്തം ചെയ്തിടും എന്റെ ദുഃഖങ്ങൾ അന്നു തീർന്നിടും. ചെറുപാടാമോ? യേശുവേ പോലൊരു സ്നേഹിതൻ ഉണ്ടോ, യേശുവേ പോലൊരു സ്നേഹിതൻ ഉണ്ടോ, അവനരികിൽ എന്നും ഉണ്ട്, എല്ലാ നിമിഷവും കൂടെയുണ്ട്, അവനരികിൽ എന്നും ഉണ്ട്, എല്ലാ നിമിഷവും കൂടെയുണ്ട്. യേശുവേ പോലൊരു സ്നേഹിതൻ ഉണ്ടോ എന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവമേതല്ലേ, എല്ലാം വഴിയും വാതിലും അടഞ്ഞിരിക്കാം. ഈ ലോക്ക്ഡൌൺ ദിവസങ്ങളിൽ നിന്നെ ആശ്വസിപ്പിക്കാൻ, എന്നെ സഹായിക്കുന്നവർ മറന്നു കളഞ്ഞിരിക്കാം. ഭാവി ഒരു സഹായം ഇവിടെ നിന്ന് വരുമെന്ന് ആ സാധു കൊച്ചൊരു ഉപദേശി പോലെ മനുഷ്യന്റെ മുഖത്തേക്ക് കയ്യിലേക്ക് നോക്കിയവനായിരിക്കാം. എല്ലാ പ്രത്യാശയും അസ്തമിച്ചു പോയിടത്ത് ദൈവത്തിന് ദൂതനെ പോലെ ചിലർ നിന്റെ അടുക്കലേക്ക് ദൈവം അയച്ചില്ലേ. നിന്റെ ആവശ്യങ്ങളെല്ലാം ദൈവം കരുതിയില്ലേ. നമ്മുടെ കർത്താവിനെ പോലെ സ്നേഹിതൻ വേറെ ആരുമില്ല. അവൻ നമ്മ ഇങ്ങനെ സ്നേഹിക്കുന്നെങ്കിൽ പ്രിയമുള്ളവരെ, ആ സ്നേഹം നമ്മിൽ കെട്ടിക്കിടക്കുന്ന വെള്ളം പോലെ ആയിത്തീരാതെ അതൊന്ന് തുറന്നു വിടാം. ഇതുപോലെ ഒറ്റപ്പെട്ടു പോയ അനേക ജീവിതങ്ങളുണ്ട്. ആ മരുന്ന് കറഞ്ഞതുപോലെ എല്ലാ വഴിയും അടയ്ക്കപ്പെട്ടവരെ പോലെ ആയിപ്പോയി ചിലരുണ്ട്. അവരുടെ അടുക്കിലേക്ക് ഒന്ന് പോകാൻ നിനക്ക് മനസ്സുണ്ടോ?
അവിടെ കണ്ണിൽ തുടയ്ക്കുവാൻ നിനക്ക് മനസ്സുണ്ട്. സ്നേഹിതൻ എല്ലാ കാലത്തും സ്നേഹിക്കുന്നു. അന്നത്തെ കാലത്ത് അവൻ സഹോദരനായിത്തീരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. 40 ദിവസം ലോക്ക്ഡൌൺ എന്നെ കർത്താവ് ഒരുപാട് പാഠം പഠിപ്പിച്ചു. ഒരുപാട് പാഠം കർത്താവിനെ പഠിപ്പിച്ചു. ഹല്ലേലൂയ. സ്വന്തമായവർ നിന്നെ കൈവിട്ടാൽ, എന്റെ ബന്ധുജനം കൈവിട്ടാൽ, നീ ഏറ്റവും സ്നേഹിച്ചവർ നിന്നെ മറന്നുപോയാലും നിന്നെ മറക്കയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചില ദിവസം മുമ്പ് ഒരു അത്ഭുതം എന്റെ ജീവിതത്തിൽ നടന്നു. ഞാൻ സ്ഥിരമായി എല്ലാ മാസവും പ്രാർത്ഥന കൂട്ടായ്മ നടന്നൊരു ഭവനത്തിൽ അദ്ദേഹം അവനെ വിളിച്ചിട്ട് പറഞ്ഞു, ബ്രദറെ, ഉച്ചയ്ക്ക് 1 മണിക്ക് എന്ന സ്ഥലത്തേക്ക് ഒന്ന് വരാമോ? ഞാൻ അവിടെ ചെല്ലുമ്പോ അദ്ദേഹം 2000 രൂപ എന്നെ കാത്തു നിൽക്കുകയാണ്. എന്റെ കയ്യിലേക്ക് വച്ചു തന്നിട്ട് പറഞ്ഞു, റോഡിൽ വെച്ചാണ്, ഇത് തരാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളെ വിളിച്ചത്. അവിടെ വെച്ച് പ്രാർത്ഥിക്കാൻ പറ്റിയില്ല. ഞാൻ വീട്ടിലേക്ക് എന്നിട്ട് അദ്ദേഹം വേണ്ടി പ്രാർത്ഥിച്ചു. അതിശയകരമായി നമ്മൾ നടന്നു. ഇതൊക്കെ നമുക്ക് തരുന്ന പാഠങ്ങൾ. നമ്മെ കഷ്ടത്തിൽ നടത്തിയ ദൈവം കഷ്ടത്തിലായിരിക്കുന്ന അനേകരെ സഹായിക്കാൻ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. യേശു പോലും സ്നേഹിതൻ വേറെയില്ല. യേശു പോലും സ്നേഹിതൻ വേറെയില്ല. പ്രാർത്ഥിക്കാം. സ്നേഹമാണ് നല്ല ദൈവമേ, സ്വർഗീയ നല്ല കർത്താവേ, കേൾപ്പിക്കപ്പെട്ട നല്ല വചനങ്ങൾക്കായി സ്തോത്രം. ഇത് കേൾക്കപ്പെട്ട ഓരോ മക്കളുടെ ജീവിതത്തിൽ ഒരു തീരുമാനമെടുക്കാൻ അവിടുന്ന് സഹായിക്കുന്നതിനായി നന്ദി പറയുന്നപ്പ. സ്നേഹിതൻ എല്ലാ കാലത്തും സ്നേഹിക്കുന്നു. എല്ലാ കാലത്തും സ്നേഹിതൻ സ്നേഹിക്കും. എന്നാൽ അനർത്ഥ കാലത്ത് ആ സ്നേഹിതൻ സഹോദരനായി തീർന്നെങ്കിൽ അതാണ് യഥാർത്ഥ സ്നേഹം. യേശു ഞങ്ങളെ സ്നേഹിച്ചത് അങ്ങനെയാണ്. കർത്താവ് യോനാഥാൻ ദാവീദിനെ സ്നേഹിച്ചത് അങ്ങനെയാണ്. കർത്താവേ, ഇന്ന് പകൽക്കാലം ആ സ്നേഹത്തിന്റെ പാതയിലൂടെ ദൈവത്തിന്റെ പരിശോധന കൊണ്ടുപോയതിനായി സ്തോത്രം. ഹല്ലേലൂയ. കർത്താവേ, നല്ല സമയക്കാരന്റെ ഉപമാനങ്ങളോട് ദൈവത്തിന് പരിശുദ്ധങ്ങൾ സംസാരിച്ചു. കർത്താവ്, ഇന്ന് പകൽക്കാലം ഞങ്ങളെ സ്നേഹിപ്പാൻ പഠിപ്പിക്കണമേ. ഞങ്ങളെ ഒരു സഹോദരനായി തീരുവാൻ പഠിപ്പിക്കണമേ. കർത്താവെ, ആവശ്യം കഴിയുമ്പോൾ മറ്റുള്ള കരയിപ്പല പോലെ എറിഞ്ഞിട്ടതായിട്ടില്ല, അവരെ പിന്നെ സ്നേഹിപ്പാൻ സമുദ്രത്തിലെ പ്രാർത്ഥന നഷ്ടപ്പെടുമ്പോൾ ഒരണയ്ക്കുവാൻ ഞങ്ങളോട് സഹായിക്കും. ഹൃദയം നുറങ്ങിയ സമീപസ്ഥൻ മനസ്സ് തകർന്ന് രക്ഷിക്കുന്നു വായിക്കുന്ന പോലെ തകർന്നതിനെ മുറികെട്ടുവാൻ ഞങ്ങളെ സഹായിക്കണം. എന്നിട്ട് എല്ലാ തന്ത്രങ്ങളെ വിശ്വാസിക്കണം. ജയകരമായ മുൻപിലേക്ക് നടത്തണം. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ, ആമേൻ. സന്തോഷത്തോടെ നമുക്ക് ആശീർവാദത്തെ കൈക്കൊള്ളാം. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയും നമ്മെ ആശ്വസിപ്പിച്ച് വഴി നടന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും കാവലും സംസർഗവും നമ്മളെല്ലാവരോടും ഇന്നും എന്നേക്കും ഇരിക്കുമാറാകട്ടെ. ആമേൻ. നിങ്ങളെല്ലാവരും ജയത്തോടെ നടത്തട്ടെ. ക്രിസ്തുയേശുവിന്റെ സമാധാനം ഹൃദയങ്ങളെ നിലവുകളെയും കാക്കുമാറാകട്ടെ. ആമേൻ.